ശ്രീമദ് ഭാഗവതം ക്ലാസ് 128. നമ്മൾ ഇന്ന് സ്കന്ധം 6 അധ്യായം 9 നോക്കുന്നത്. ഇത് വൃത്രാസുരോത്പത്തിയും ദേവന്മാരുടെ ഭഗവത് സ്തുതിയുമാണ്. ഇപ്പൊ വൃത്രാസുരൻ വേദങ്ങളിൽ പ്രധാനപ്പെട്ട പറയുന്ന ഒരു അസുരനാണ് വൃത്രാസുരൻ. അപ്പം ദേവന്മാർ എന്ന് പറഞ്ഞാൽ ലോക സൃഷ്ടിക്ക് നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ എല്ലാം ദേവന്മാർ എന്ന് പറയും. അതേസമയം എവ്രി ആക്ഷൻ ദർ ഈസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അതിനൊരു എതിരുണ്ട്, തമോ ഗുണമുണ്ട്. അതിനെ എതിർക്കുന്ന അതിനെ തടസ്സമായി നിൽക്കുന്നതിനാണ് അസുരന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു അസുരനാണ് പ്രധാനപ്പെട്ട വേദത്തിലെ അസുരനാണ് വൃത്രാസുരൻ. വൃത്തം എന്ന് പറഞ്ഞാൽ വട്ടത്തിലുള്ള അസുരൻ, വട്ടമാകാൻ ശ്രമിക്കുന്ന അസുരൻ. ഇത് കെമിസ്ട്രി ആയിട്ട് എല്ലാ കർമ്മങ്ങളും കെമിസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഒരു വട്ടമാക്കാൻ ശ്രമിച്ചാൽ പ്രപഞ്ചത്തിന്റെ ഘടന അങ്ങനെയല്ല. വട്ടത്തിലായി കഴിഞ്ഞാൽ അതിൻ്റെതായ ദൂഷ്യങ്ങളുണ്ട്. നമുക്കറിയാം, ആറ്റത്തില് ഇലക്ട്രോണിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു വട്ടത്തിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ എപ്പോഴും ഒരേ ദൂരമായിരിക്കും. അതുകൊണ്ട് നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ കുറെ പ്രയാസങ്ങളുണ്ട്. അത് ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നില്ല. അതുകൊണ്ടാണ് അതിനെ പിന്നെ എലിപ്റ്റിക്കലാണെന്ന് പറഞ്ഞത്. കെമിസ്ട്രിയിൽ പഠിക്കുമ്പോൾ പറയുന്നത് വട്ടത്തിലാകുമ്പോൾ പല പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയാണ് ഓർബിറ്റ് എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ എന്ന് പറഞ്ഞത്. അതുപോലെ സൂര്യന് ചുറ്റും ഭൂമി ഒരു വട്ടത്തിലാണ് കറങ്ങിയിരുന്നെങ്കിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എപ്പോഴും ഒരുപോലെയായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരുപോലെ ആയാൽ സീസൺസ് കാലാവസ്ഥയൊന്നും ഉണ്ടാവില്ല, ഒരേ കാലാവസ്ഥയായിരിക്കും. ജനിക്കുന്നവരെല്ലാം ഒരേപോലെയായിരിക്കും. അതുകൊണ്ടാണ് സോഷ്യലിസം. അപ്പോൾ സൃഷ്ടിയൊന്നും നടക്കില്ല. പക്ഷെ ഒരേപോലെ ഇരിക്കുക എന്ന് പറയുമ്പോൾ സോഷ്യലിസ്റ്റ് ആശയമാണ്. അതുകൊണ്ടാണ് ആ വട്ടത്തിലാക്കുന്നതിനെയാണ് നമ്മൾ മഹാബലിയായിട്ട് ചിത്രീകരിച്ചത്. മഹാബലി സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. എല്ലാവരും ഒരേപോലെ ജനിക്കുന്ന എല്ലാം ഒരേപോലെ, എല്ലാം ഒരു വ്യത്യാസവുമില്ല. ഇവിടെ ജനിക്കൂല്ല പോകുന്നില്ല. കാരണം എന്തുകൊണ്ട്? സീസൺസ് ഒന്നും ഇല്ലാതെ ഈ അകലം കൂടിയും കുറയും ചെയ്തുകൊണ്ടാണ് മഴ പെയ്യുന്നത്, ചൂടല്ല. അപ്പൊ അവിടെയും വട്ടത്തിനൊരു കുഴപ്പം തന്നെയാണ്. അവിടെയാണ് മഹാബലിയായിട്ട് ചിത്രീകരിച്ചത്. അപ്പൊ ആറ്റത്തിലും പ്ലാനറ്ററി സിസ്റ്റത്തിലും വിഷ്ണു വന്നിട്ട് പാദം വെച്ച് ചവിട്ടിയപ്പോൾ പരത്തിയെടുത്തു. അങ്ങനെയാണ് കാലിൻ്റെ പാദത്തിൻ്റെ അടിയിലെ മാതിരി രൂപാക്കി മാറ്റിയത്. അപ്പം വട്ടം അവിടെ പൊളിച്ചു. പിന്നെ പ്രപഞ്ചമുണ്ടായപ്പോൾ ആദ്യം ഉണ്ടായ വസ്തുക്കളിൽ എന്തുണ്ട്? വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം കുറേ വസ്തുക്കൾ കല്ലും മണ്ണുകല്ലും ഉണ്ടായാൽ എന്തായി പറ്റും? അതെല്ലാം കൂടിച്ചേർന്നിട്ട് ഒരൊറ്റ ഗോളമായി മാറും. ഒരൊറ്റ ഗോളമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെക്കൊണ്ട് കാര്യമില്ല. ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ സൂര്യനും ഒന്നുമില്ല. ഇപ്പം സൂര്യനിൽ ഈ 9 ഗ്രഹങ്ങളുമൊക്കെ പോയി വീണിരുന്നെങ്കിൽ എന്തായാലും അതൊരു വലിയ ബോളായിട്ട് മാറും. പക്ഷേ ജീവജാലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം വട്ടമാകുന്നത് അവിടെയും ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ദ്രൻ കയറിയിട്ട് അതിനെ വെട്ടിയിട്ട് ആദ്യം 7 ആക്കി, 7 ലോകങ്ങളിൽ, പിന്നെ ഓരോന്നിനെയും 7 ആക്കി മാറ്റിയിട്ട് 49 മരുഗണങ്ങളുമാക്കി മാറ്റി. ഈ വട്ടമാക്കുന്നത് മോശം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആറ്റങ്ങളെല്ലാം വട്ടമാണ്. എലിപ്റ്റിക്കൽ ആണെങ്കിലും ഏകദേശം വട്ടമാണ്. പക്ഷേ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും കൂടിച്ചേരുമ്പോൾ 2 വട്ടം കൂടിച്ചേരുമ്പോൾ എന്താകും? അതിൻ്റെ ഷേപ്പ് മാറി ഇങ്ങനെയായി. ഇതാണ് ഇങ്ങനെ രണ്ടെണ്ണം ഇത് 2 വട്ടം ചേർന്ന മതി.
ഇങ്ങനെ കൂടി കൂടി ചേർന്നിട്ട് മാല പോലെയാകുമ്പോഴാണ് നമ്മളെ ശരീരം ഉണ്ടായിരിക്കുന്നത്. കുറേ എണ്ണം കൂടി ചേർന്ന്. അപ്പൊ പ്രകൃതിയിൽ ഒന്നും വട്ടത്തിലല്ല, അതിനെല്ലാം ഇങ്ങനെ യോജിപ്പിച്ച് യോജിപ്പിച്ച് ചെയിന് മാതിരിയാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ വട്ടമല്ല, വട്ടത്തിലാകുമ്പോൾ ഒരേപോലെ ആയിരിക്കും പ്രപഞ്ചം, ഈ വ്യത്യസ്തമായ പ്രപഞ്ചം ഉണ്ടാകുന്നത്. അപ്പൊ വട്ടമാക്കാൻ ശ്രമിക്കുന്ന അത് എവിടെയെല്ലാം ഉണ്ട്? ആറ്റത്തിൽ കാണുന്നുണ്ട്, സൗരയൂഥത്തിൽ കാണുന്നുണ്ട്. പിന്നെ പ്രപഞ്ചം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യം ഒരു വലിയ ബോളന്മാരിയാക്കി. അപ്പൊ അങ്ങനെയാക്കുന്ന ശക്തികള് പ്രപഞ്ചത്തിന്റെ സൃഷ്ടിക്ക് തടസ്സമാണ്. അതുകൊണ്ട് അങ്ങനെയാക്കുന്നതിനാണ് വൃത്രാസുരൻ എന്ന് പറയുന്നത്. പ്രകൃതിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പം വെള്ളം തന്നെ നമ്മൾ ആകാശത്ത് നിന്ന് വീഴുമ്പോൾ തുള്ളിയായിട്ട് മാറുന്നതിന് കാരണം അതിന് വട്ടമാകാൻ ടെൻഡൻസി ഉണ്ട്. മണ്ണുകൾ കൂടിയിട്ടും ഏകദേശം ഭൂമി ഒരു വട്ടം മാതിരിയാണുള്ളത്. അപ്പം പൊതുവെ ഒരു വട്ടമാകുന്ന ടെൻഡൻസി ഉണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ സൃഷ്ടിക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമാണ്. അപ്പോൾ ഇവിടെ വൃത്രാസുരൻ എന്ന് പറഞ്ഞാൽ ആറ്റം തൊട്ട് പ്രപഞ്ചം വരെ ഉള്ളതിലെല്ലാം വട്ടമാണ്. പിന്നെ ഈ വട്ടങ്ങളെ പൊട്ടിച്ചിട്ടാണ് ഇപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർന്ന് കഴിഞ്ഞാൽ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 വട്ടം കൂടിയതാണ്. ഇനി ആദ്യം പൊട്ടിക്കും. അപ്പോൾ എച്ചാവും. ഓക്സിജൻ പറയുന്നത് ഇങ്ങനെയാണ്, അതിനെ പൊട്ടിക്കും. ഓ ആവും. എന്നിട്ട് H2O പിന്നെ വേറെ തരത്തിൽ യോജിപ്പിക്കും. അപ്പോഴാണ് വെള്ളമാകുന്നത്. അപ്പൊ ഇന്ദ്രനാണ് ഈ പൊട്ടിക്കുന്നത്. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഇന്ദ്രൻ കയറി പൊട്ടിക്കും. അപ്പൊ ഇന്ദ്രൻ ഇതിനെ പൊട്ടിക്കണ്ടിക്ക് ആറ്റങ്ങളെ പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. എന്ത് പൊട്ടിക്കണ്ടിക്കലും അത്രയും ശക്തമായ ഒരായുധം ഇന്ദ്രന് വേണം. ആ ഇന്ദ്രന് അങ്ങനെ ഒരു ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. അപ്പൊ വൃത്രാസുരനെ വധിക്കാൻ ഇന്ദ്രൻ ആയുധം ഉണ്ടാക്കി കൊടുക്കുകയാണ് ശ്രീഹരി ചെയ്യുന്നത്. അതിലേക്കുള്ള കഥയാണ് ഇത്. ഒന്നില് ശ്രീ ശുഗൻ പറയുകയാണ്, വിശ്വരൂപന് 3 ശിരസ്സുകൾ ഉണ്ടായിരുന്നു. വിശ്വരൂപൻ ആരാണെന്ന് നമ്മൾ പണ്ട് കണ്ടിട്ടുണ്ട്. ദേവന്മാരുടെ ഗുരു കിളങ്ങിപ്പോയപ്പോൾ അസുരന്മാരുടെ അനുസരന്മാരിലുള്ള വിശ്വരൂപനെ പിടിച്ചിട്ട് ദേവന്മാർ നല്ല ബുദ്ധിയിലുള്ള കക്ഷിയാണ്. അതുകൊണ്ട് അവരുടെ ഗുരുവാക്കി മാറ്റി. അദ്ദേഹത്തിന് 3 ശിരസ്സുണ്ടായിരുന്നു എന്ന് പറയാണ്. അപ്പോൾ അതും ചില ബലങ്ങളായി തന്നെ കാണുന്നു. അപ്പോൾ ഈ വിശ്വരൂപന് 3 തല എന്താണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ സോമം കുടിക്കാനും മദ്യം കുടിക്കാനും അന്നം ഭക്ഷിക്കാനും. സോമം, മദ്യം, അന്നം. നമ്മൾ സോമത്തെല്ലാം പറയുമ്പോൾ മദ്യമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സോമത്തിന് അത്ര അർത്ഥമല്ല. നമ്മൾ എന്തൊക്കെ ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ കൊടുക്കുന്ന വസ്തുവാണ് സോമം. അന്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. മദ്യം എന്ന് പറയുന്നത് ഇത് രണ്ടിൻ്റെ ഇടക്കുള്ളൊരു സാധനം ആണ്. പ്രപഞ്ചത്തെ 3ആയി തിരിച്ച് എന്നിട്ട് അതിലൂടെ വേറെ ചില ജീവികളെല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. കഥ മുന്നോട്ടേക്ക് പോകണമല്ലോ. അപ്പൊ ഈ വിശ്വരൂപൻ അസുരനായതുകൊണ്ട് 2 പറയുകയാണ്. ദേവന്മാർക്ക് ഒരു യജ്ഞം നടത്തുമ്പോൾ ഫലം കിട്ടുമല്ലോ. എന്തെല്ലാം കിട്ടാം? എന്ത് വസ്തുവും കിട്ടാം. ഏത് കർമ്മത്തിനാണോ, എന്ത് കർമ്മമാണോ നമ്മൾ ചോറുണ്ടാക്കാനാണ് ഇറങ്ങിത്തിരിക്കുന്നത്, ചോറ് കിട്ടും. സാമ്പാറാണെങ്കിൽ സാമ്പാർ കിട്ടും. യജ്ഞഫലം. ഇപ്പൊ യജ്ഞഫലം കിട്ടുമ്പോൾ അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ദേവന്മാർക്ക് കൊടുക്കുമ്പോൾ വിളിച്ചു കൂവിയിട്ട് കൊടുക്കും എല്ലാവർക്കും. ദേവന്മാരെ ഇതാ നിങ്ങൾക്ക് ഇതാ യജ്ഞവീതം. കാരണം ഇവരെ ദേവന്മാരുടെ ഗുരുവായിട്ടാണല്ലോ ഇരിക്കുന്നത്. പക്ഷേ കാരണം അവരുടെ പിതൃസ്ഥാനീയരാണ് ദേവകൾ. ഇവരുടെ പിതൃസ്ഥാനീയരാണ് ദേവകൾ. പക്ഷെ കൊടുക്കുമ്പോൾ ഒച്ചത്തിൽ വിളിച്ചു കൂവിയിട്ടേ കൊടുക്കും. എന്നാൽ
വിശ്വരൂപന് അസുരന്മാർക്കും ഒളിച്ചു കൊടുക്കും. അതായത് കാണാതെ അസുരന്മാർക്കും കൊടുക്കും. കാരണം അദ്ദേഹം ദേവന്മാരുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിലും അത് എന്ത് ചെയ്യും, കിട്ടുന്ന ഫലത്തിലൊരു വീതം അസുരന്മാർക്ക് കാണാതെ കൊടുക്കും. കാരണം അമ്മയോടുള്ള സ്നേഹം മൂലം. ഇവരുടെ ദേവന്മാരുടെ അസുരന്മാരുടെ അച്ഛൻ ഒന്നാണ്, അമ്മയാണ് വ്യത്യാസം. അപ്പൊ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് അസുരന്മാർക്കും ഒളിച്ചു കൊടുക്കും. 4 പറയാണ്, ഇത് മനസ്സിലാക്കിയ ദേവന്മാർ പേടിച്ച്, ആദ്യം പേടിച്ചു, അവർക്കും ഫലം കൊടുക്കുമ്പോൾ ഇവ ശരിയാവില്ല നമ്മളെ കൂട്ടത്തിരുന്നുകൊണ്ട്. പക്ഷെ അതേസമയം ഭയങ്കര ദേഷ്യം ഉണ്ടായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ 5 പറയാണ്, അദ്ദേഹത്തിന്റെ ശിരസ് 3 അങ്ങ് വെട്ടിയെടുത്തു. സോമം കുടിക്കാനുള്ളതും മദ്യം കഴിക്കാനുള്ളതും അന്നം കഴിക്കാനുള്ള 3 ശിരസ്സും ദേഷ്യം വന്നിട്ട് ഇന്ദ്രനങ്ങ് വെട്ടിയെടുത്തു. അങ്ങനെ സോമം കഴിക്കുന്ന ശിരസ് കപിഞ്ചലം എന്ന പക്ഷിയായിട്ട് മാറി. അപ്പോൾ ചില ജീവികളെ സൃഷ്ടി ഈ അസുര സ്വഭാവത്തോടു കൂടിയാണ് ഉണ്ടാകുന്നത്. അതിനുവേണ്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഈ വിശ്വരൂപനിലൂടെയാണ് ദേവതകളോടൊപ്പാണല്ലോ നടക്കുന്നത്, ദേവതകളാണല്ലോ സൃഷ്ടി നടത്തുന്നത്. അപ്പോൾ ഈ കപിഞ്ചലം എന്ന പക്ഷി ആസുര സ്വഭാവത്തിലുള്ളതാണ്. അത്തരത്തിൽ കാറ്റഗറിയിലാണ് അതിനെപ്പെടുത്തിയിരിക്കുക. അത് പറയാൻ വേണ്ടി ഈ കഥയിൽ ഇങ്ങനെ വളർത്തിയിട്ട് പറയുന്നത്. ഇനി മദ്യം പാനം ചെയ്ത് തലയാണെങ്കിൽ കലവിക്കമായിട്ട് മാറി എന്നാണ് പറയുന്നത്. മദ്യം കഴിക്കുന്ന തല, അന്നം ഭക്ഷിക്കുന്ന തല തിത്തിരപ്പുള്ളുവായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഇത്തരം ജീവജാലങ്ങളുടെ സൃഷ്ടിക്ക് പിന്നിലുള്ള ആ പ്രേരക ശക്തിയെയാണ് എന്തായിട്ട് പറയുന്നത്, വിശ്വരൂപനിലൂടെ ഇങ്ങനെ 3 കഥ തലരൂപത്തിലെല്ലാം പറഞ്ഞുകൊണ്ട് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. എന്നിട്ട് ആഗ്ല പറയാണ്, ദേവേന്ദ്രൻ ബ്രഹ്മഹത്യയാണ് ചെയ്തത്. അത് ഓരോ പേര് പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ, ചില ഉദാഹരണങ്ങൾ പറയാണ്. ബ്രഹ്മഹത്യ പാപം ചെയ്തത് കൊണ്ട് അപ്പൊ ആ ബ്രഹ്മഹത്യ പാപം അദ്ദേഹം ചെയ്ത് വേണമെങ്കിൽ അങ്ങേർക്കത് കളയാം, അതിനുള്ള കഴിവെല്ലാം ഉണ്ട്. ആ പാപമൊന്നും ഇല്ലാതെ വെച്ചിട്ട്, കാരണം പാപമൊന്നും ഇല്ലല്ലോ, ഒരു കാര്യം നടക്കാൻ എല്ലാം ബ്രഹ്മത്തിന്റെ തീരുമാനം അനുസരിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇത്രന്റെ വേണമെങ്കിൽ കളയാം. പക്ഷെ എന്നാലും അദ്ദേഹം ആ പാപത്തെ എന്ത് ചെയ്തു, 2 കരം കൊണ്ട് നല്ല മാന്യമായിട്ട് സ്വീകരിച്ചു. എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ലോകത്തിന്റെ മുമ്പില് നല്ലവനാകാൻ വേണ്ടിയിട്ട്. ഇന്ദ്രൻ അങ്ങനെ കുറച്ച് പരിപാടിയല്ലോ. എന്നിട്ട് അതെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീ എന്നിവർക്ക് 4ആയി വീതിച്ചു കൊടുത്തു. ആ പാപത്തെ, അതിനകത്തുനിന്നുണ്ടാകുന്ന പാപത്തെ സ്വയം ഏറ്റെടുത്തിട്ട് ഭൂമി, ജലം, വൃക്ഷം, സ്ത്രീ എന്നിവർക്ക് കൊടുത്തു. അപ്പൊ അവരെ അത് ഏറ്റെടുക്കണ്ടെങ്കില് എന്തെങ്കിലും കൊടുക്കാതെ ഏറ്റെടുക്കില്ല, വെറുതെ ഏറ്റെടുക്കുക, എന്തോ പ്രതിഫലം കൊടുത്തല്ലേ പറ്റും. ഭൂമി അത് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു വരം തരണം. ഒമ്പയിൽ പറയുകയാണ്, ഭൂമിയിൽ കുഴിക്കുകയാണെങ്കിൽ അതെപ്പോഴും നികന്ന് വരണമെന്നാണ് വരം ചോദിച്ചത്. അത് സംബന്ധിച്ചിട്ട് കാൽഭാഗം എന്തായി, അത് ഏറ്റെടുത്തു. അപ്പൊ നമുക്കറിയാം, ഭൂമി കുഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു കുഴലുണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ എന്താവും, നികന്ന്
വരും. കുളമുണ്ടെങ്കിൽ കിണർ പോലും പണ്ട് കാലത്ത് ഈ വെള്ളം ഒഴുകുന്ന കുഴിയാണെങ്കിൽ നിരന്ന് വരും. അത് ഈ പാപ ഏറ്റെടുത്തോണ്ടാണെന്ന് പറയുന്നത്. എന്നിട്ട് അതിനുള്ള പ്രതിഫലമായിട്ട് കിട്ടിയ ഒരു വരമാണ്. അതുകൊണ്ടാണ് ഭൂമിയിൽ ചില സ്ഥലത്തെല്ലാം മണൽക്കാടും തരിശു ഭൂമിയെല്ലാം ഉണ്ടായിരിക്കുന്നത്. ചില സ്ഥലത്ത് ഇങ്ങനെ തരിശായി പോയത് ഈ ഒരു പാവത്തിന്റെ ഒരു ചെറിയ പ്രശ്നം കൊണ്ടാണെന്ന് കഥയിലൂട്ട് അങ്ങ് പൊട്ടും തൊങ്ങലും വെച്ച് വിൽക്കുന്നതായിട്ട് കണ്ടാൽ മതി. അത് ബ്രഹ്മഹത്യ പാപം കൊണ്ട്. പിന്നെ കൊടുത്ത മരത്തിനാണല്ലോ കൊടുത്തത് പാപം. അപ്പൊ അതിനും ഒരു വരം കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ വെട്ടിയ ഭാഗം താനെ മുളച്ചു വരണം. ഏതൊക്കെ ചെടി വെട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ മുളച്ചു വരണം. ആ ചെടിയുടെ സ്വഭാവം വർണ്ണിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിനൊരു പാപം ഉണ്ടല്ലോ, പാപം ഏറ്റെടുത്തോണ്ടാണ് മരം വെട്ടിയാല് അതിൻ്റെ അത് കറിയും പശയെല്ലാം വരുന്നത് അതുകൊണ്ടാണെന്ന് പറയുകയാണ്. പ്രകൃതിയിൽ കിടക്കുന്ന സംഭവവികാസങ്ങളെ കഥയായിട്ട് ബന്ധിച്ച് പറയുന്നതായിട്ട് കേട്ടാൽ ചെടികൾ മുറിച്ചാൽ പശയും നീര് വരുമല്ലോ, അത് ഈ ശാപം ഏറ്റെടുത്തോണ്ടാണെന്ന് പറയുകയാണ്. 9 സ്ത്രീകൾക്കാണല്ലോ കൊടുത്തത് കാൽഭാഗം. അപ്പൊ അവർക്ക് ഒരു വരം കൊടുത്തു. ഏത് കാലത്തും സംഭോഗം ചെയ്യാനാകണം. സ്ത്രീകൾക്ക് അതാണ് വേണ്ടത്. ഏത് കാലത്തും സംഭോഗം, അതിന് സമയമൊന്നുമില്ല, ഏത് സമയവും സംഭോഗം ചെയ്യാനുള്ള കഴിവ് സ്ത്രീകൾക്ക് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഫലമായിട്ടുള്ള പാപമാണ് മാസം അവർക്കുണ്ടാകുന്ന ആർത്തവം. ഈ പാപേറ്റെടുത്തോണ്ടാണ്. കഥയിൽ പൊടിപ്പും ചോക്കലും എല്ലാം വെച്ചിട്ട് നാട്ടിലുള്ള സംഭവവികാസങ്ങളെല്ലാം ഒരു പരുവത്തിലും എല്ലാമായിട്ട് ബന്ധിപ്പിക്കുന്നുണ്ട്. ഇനി 10 പറയുകയാണ്, പിന്നെ കൊടുത്ത ആൾക്കാണ് ജലത്തിനാണ് കൊടുത്ത കാഭാഗം. അപ്പൊ അതിന് കൊടുത്ത വരണം എന്താന്ന് വെച്ചാൽ ഏത് വസ്തുവോട് ചേർന്നാലും അത് പെരുകി വരണം. നമുക്ക് വെള്ളത്തിൻ്റെ അപ്പുറം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ എന്താവും? പെരുകിയിട്ട് വലിയ വെള്ളമാവും. അല്ലാതെ കല്ലിൻ്റെ അപ്പുറം കല്ല് ചേർത്ത് കഴിഞ്ഞാൽ കല്ല് കൂടി ചേർന്നിട്ട് ഒന്നാവില്ല. മരത്തോട് ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും ആവില്ല. പക്ഷെ വെള്ളത്തിൻ്റെ കൂടി ഒരു കാര്യമുണ്ട്. വെള്ളത്തിൻ്റെ കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു വെള്ളമായിട്ട് മാറും. പക്ഷെ അതിനെ ഒരു കാൽഭാഗം പാപം ഏറ്റെടുത്തല്ലോ, അപ്പോൾ ഒരു ദോഷം പറയണ്ടേ. അതുകൊണ്ടാണ് വെള്ളത്തിൽ വെള്ളം ചേർക്കുമ്പോൾ നൊരയും പതിയും വരുന്നത്. ആ നൊരയും പതിയും വരുന്നത് ഈ പാപം മൂലമാണ്. ഇനി 11 പുത്രൻ ഹനിക്കപ്പെട്ടതിനാൽ ത്വഷ്ടാവ്. അപ്പൊ പുത്രൻ മരിച്ചല്ലോ, ഇങ്ങനെ കൊന്നതുകൊണ്ട്, വിശ്വരൂപനെ കൊന്നതുകൊണ്ട് പിതാവിന് ദേഷ്യം വന്നു. പിതാവ് ഇന്ദ്രനെ ഹരിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പുത്രൻ ഉണ്ടാകുവാൻ തപസ്സാരംഭിച്ചു. ത്വഷ്ടാവ് ഇന്ദ്രനെ വധിക്കാൻ ഒരു പുത്രനെ കിട്ടാൻ വേണ്ടിയിട്ട് തപസ്സാരംഭിച്ചു. അപ്പോൾ അദ്ദേഹം ഹോമമന്ത്രം ചൊല്ലിക്കൊണ്ടാണ് തപസ് ചെയ്തത്. അദ്ദേഹം ചൊല്ലിയ മന്ത്രം എന്താണെന്ന്, ഇന്ദ്രശത്രുവാണ്, വളരുക വൈകരുത്, ശത്രുവിനെ കൊല്ലുക. ഇതാണ് ആ മന്ത്രം അയാൾ ചൊല്ലിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ 12 അങ്ങനെ കൽപ്പാന്ത കാലത്തെ ലോകാന്തകനായി സംഹാരരുദ്രൻ വരുന്ന വിധം. കൽപ്പാന്ത കാലത്തില് 4 യുഗങ്ങളും കഴിപ്പോൾ ഒരു പ്രളയം വരുന്നു പറഞ്ഞല്ലോ. രുദ്രനാണല്ലോ ലോകാന്തകനായിട്ട് സംഹാരരുദ്രൻ വരുന്ന പോലെയാണ്. ആ സമയത്ത് ഇങ്ങനെ പറഞ്ഞപ്പോൾ കാഴ്ചയിൽ ഭയങ്കരനായ ഒരുവൻ ജനിച്ചു. കാഴ്ചയിൽ വളരെ ഭയങ്കരനായിട്ട്. അവന്റെ പ്രത്യേകം പറയുകയാണ് 13 മുതൽ 17 വരെ. തൊടുത്തുവിട്ട ശരം വീഴുന്നെടുത്ത് ഒരു ശരം തൊടുത്തു വിട്ട് കഴിഞ്ഞാൽ, ഒരു ബോംബ് ഇട്ട് കഴിഞ്ഞാൽ, ശരം എന്ന് പറഞ്ഞാൽ ബോംബാണ്. ശരം തൊടുക്കുക, ശത്രുവിനെ
ഇന്നത്തെ മിസൈൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ആ ബോംബ് വീണാൽ എന്ത് പറ്റും? ഒരു വ്യാസത്തിൽ ഒരു ചുറ്റളവില് ഉള്ള സ്ഥലം മുഴുവൻ എന്താകും? കരിഞ്ഞു പോകും. അതാണ് വൃത്രാസുരന്റെ പേര് വരാൻ കാരണം. അതിങ്ങനെ വലുതായി വലുതായി വരികയാണ്. ഒരു കറുത്ത ഇരുണ്ട സാധനം ബോംബ് വീണാൽ വട്ടത്തിൽ വ്യാപിക്കുന്ന പോലെയുള്ള ഷേപ്പിലാണ് എല്ലാത്തിനെയും ഈ രൂപത്തിലാക്കുക. ആറ്റങ്ങള് നടുവില് ന്യൂക്ലിയസ്, അതിൻ്റെ ചുറ്റും സൂര്യനും ഭൂമി വട്ടത്തിൽ ചുറ്റും എല്ലാം വട്ടം മാതിരി. ബോംബ് വീണാല് ചുറ്റും ഒരേപോലെ ഒരേ അകലത്തിലായിരിക്കും എല്ലാ രൂപം ഉണ്ടാവും, എലിപ്റ്റിക്കലല്ല. അപ്പൊ ആ രൂപത്തിലാണ് ഈ രൂപം കയറി വന്നത് ഭയങ്കരമായിട്ട്. കറുത്തിരുണ്ട മാമലകൾക്ക് തുല്യമായ ശരീരം. ശരീരം എന്ന് പറഞ്ഞാൽ മാമലകൾക്ക് തുല്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ആറ്റമെല്ലാം കട്ടിയുള്ള സാധനമാണ്. ഭൂമി സൂര്യന്റെ, അതാണ് ഭൂമിയായി മാറിയത്. അല്ലെങ്കിൽ അവസാനം വലിയൊരു ഗോളമായി മാറുമല്ലോ പ്രപഞ്ചം മുഴുവൻ. വൃത്രാസുരൻ വലിയൊരു ഗോളന്മാരിയായി മാറുമല്ലോ, എല്ലാം കൂടി ചേർന്നിട്ട്. അതിനെല്ലാം പിന്നെ ഇന്ദ്രൻ വെട്ടിയിട്ട് ഏഴേഴാക്കിയിട്ട് മാറ്റിയത് പ്രപഞ്ചഘടന, ബിഗ് ബാങ്. അന്തിനേരത്തെ മുഖം പോലെ ചുട്ടുപഴുത്ത ചെമ്പ് പോലെയുള്ള ചെമ്പൻ കേശവും. കേശം എന്ന് പറഞ്ഞാൽ ഊർജം പുറത്തേക്ക് വരിക, ചെമ്പിച്ച മുടി പോലെ. അപ്പോൾ ഊർജം പുറത്തേക്ക് വരുന്ന തരത്തിൽ മീശയിലുണ്ട്. നട്ടുച്ച നേരത്തെ സൂര്യനെ പോലെ ഉഗ്രദർശനത്തോടെ, അത്രയും പ്രഭാവത്തില് ബില്ലിത്തുളങ്ങുന്ന 3 മുനയുള്ള ശൂലത്തിന്മേൽ അന്തരീക്ഷത്തെയും ഭൂമിയെയും കുത്തി ഉയർത്തിയ പോലെ. ശിവന്റെ ശൂലന്മാരിയുള്ളതുകൊണ്ട് അന്തരീക്ഷത്തെയും ഭൂമിയിൽ ഇടക്കുള്ള അന്തരീക്ഷത്തെ ഇങ്ങനെ കുത്തി നിർത്തിയിരിക്കുന്ന പോലെ, ആകാശത്തെ അല്ലെങ്കിൽ കുത്തി നിർത്തിയിരിക്കുന്ന പോലെ താണ്ഡവമാടിക്കൊണ്ട് തട്ടഹസിച്ചുകൊണ്ട് നടന്നവൻ. അവൻ നടക്കുമ്പോൾ ഭൂമിയെല്ലാം കീഴ്മേൽ മറയുന്ന മാതിരിയായി. നാവുകൊണ്ട് നക്ഷത്രങ്ങളെ നടക്കുന്നു. അപ്പൊ ഇത് ഏതൊരു വൃത്രാസുരനെയാണ് പറയുന്നത്? പ്രപഞ്ചം മുഴുവൻ ആദ്യം ഇരുട്ട് വ്യാപിച്ചിരുന്നു. ഇതെല്ലാം കൂടിച്ചേർന്നിട്ട് ഒന്നാവുന്ന ഒരവസ്ഥയിലേക്ക്. പ്രപഞ്ചം മുഴുവൻ ആദ്യം കുറെ വസ്തുക്കളുണ്ടായി, അതെല്ലാം ഒന്നിച്ചു കൂടിയിട്ട് അവസാനം വലിയൊരു വട്ടാകൃതിയിലേക്ക് ലോകം മുഴുവൻ നിറയുന്ന മതി. അത് പൊട്ടിത്തെറിച്ചിട്ടാണ് പിന്നെ എന്തുണ്ടായ 7 ലോകങ്ങൾ ഉണ്ടായ. 3 ലോകത്തെയും വിഴുങ്ങുവാൻ കണക്ക്. ഭൂമി, സ്വർഗം, പാതാളെല്ലാം ഉണ്ടായ എങ്ങനെയാണ്? ഇതിനെല്ലാം പൊട്ടിച്ചിട്ട് സൂര്യനായിട്ട് കുറെ ഗോളങ്ങൾ, ആറ്റത്തിൽ അങ്ങനെ ഇങ്ങനെയെല്ലാം കുറെ നമ്മൾ കണ്ടല്ലോ. അങ്ങനെയല്ല, 3 ലോക വിഴുങ്ങുക എന്ന് പറഞ്ഞാൽ അതൊന്നും ഇല്ലാതെ പ്രപഞ്ചത്തിലുണ്ടായ കല്ലും മണ്ണുമല്ല. ആദ്യം ആറ്റങ്ങൾ കൂടിച്ചേർന്ന് കല്ലും മണ്ണും എല്ലാം ഉണ്ടാവുക പ്രപഞ്ചത്തില്. വലിയ അത് മുഴുവൻ കൂടിച്ചേർന്നിട്ട് പരസ്പരം ആകർഷിക്കുന്നുണ്ട്, വലിയൊരു ഗോളമായിട്ട് മാറാം പ്രപഞ്ചം മുഴുവൻ. അതൊരു അസുരനാണ്. അതായത് സൃഷ്ടിനെ മുഴുവൻ ഒരു ഗോളാക്കിയിട്ടൊക്കെ വിടിയാണ്. പിന്നെ അതിനെ കൊണ്ടത്തില്ല, ഒരു ഗുണമില്ലാതെയായിപ്പോ. ബ്രഹ്മാവിന് അങ്ങനെയൊന്നും അല്ലല്ലോ വേണ്ട, അല്ലേ? വിഷ്ണുവിന് 7 ലോകങ്ങൾ വേണം, താഴെ 7 ലോകം വേണം, ഇങ്ങനെയെല്ലാം വേണമല്ലോ. അപ്പൊ അത്തരത്തിലെല്ലാം ആദ്യം ഉണ്ടാകുന്നു. ക്രൂരദക്ഷങ്ങളോടുകൂടി ഗുഹ പോലത്തെ വായുവായി, അതായത് വായ തുടരെ തുടരെ കൂട്ടുവായിയാൽ കോട്ടുവായിടുന്ന മാതിരിയാണ് ശബ്ദം മുഴക്കുക. അപ്പൊ ആദ്യം പ്രപഞ്ചം ഉണ്ടാകുമ്പോഴുള്ള അവസ്ഥയാണ് അവിടെ. വലിയൊരു ഇരുമ്പലോട് കൂടിയാണ് ആ വലിയൊരു ഗോളമായിട്ട് മാറിയത്. അത് കണ്ടപ്പോൾ ജനങ്ങളെല്ലാം പേടിച്ച് വിറച്ച് 4 ഭാഗത്തേക്കും ഓടി. ഇത് 18 ത്വഷ്ടാവിന്റെ പുത്രനായി രൂപം കൊണ്ട അവൻ തമോ ഗുണാന്ധകാരത്താൽ, തമോ ഗുണം അതായത് എലി സൃഷ്ടിക്കുള്ള തടസ്സങ്ങൾ. തമോ എന്ന് പറഞ്ഞാല് രജോ, സത്വ,
തമോ ഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ സൃഷ്ടിക്ക് പ്രേരിപ്പിക്കുന്നത്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ ഇനി സൃഷ്ടിയൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് കിടന്നാൽ മതി, ഒരു വലിയ പൊട്ടന്മാരി അങ്ങ് ഉണ്ടായാൽ മതി എന്ന് പറയുന്നത്. അത് പൊട്ടിയിട്ടാണ് ബിഗ് ബാങ്കിലൂടെ 7 ലോകങ്ങളെല്ലാം ഉണ്ടായി, ലോകത്തെ ആവരണം ചെയ്തു. അങ്ങനെ ലോകത്തെ മുഴുവൻ മൂടുന്ന തരത്തിലൊരു സിസ്റ്റമാണ് ആദ്യം ഉണ്ടായത്. പാപിയും ഭീകരനുമായ അവൻ അക്കാരണത്താൽ വൃത്രൻ എന്ന പേരിൽ വിഖ്യാതനായി. അതുകൊണ്ടാണ് അവന് വൃത്രൻ എന്ന പേര് പറയാം. അവൻ പാപിയാണ്. ഇനി 19 പറയാണ്, ദേവന്മാരെല്ലാം കൂടി സൈന്യത്തലവന്റെ നേതൃത്വത്തിൽ അവന്റെ നേർക്ക് പാഞ്ഞെടുത്തു. കാരണം ഇങ്ങനെ പോകാൻ പറ്റൂലല്ലോ, ഇതിനെ പൊട്ടിച്ചിട്ട് എന്ത് വേണം, 7 ലോകങ്ങളെല്ലായിട്ട് മാറ്റണം. എല്ലാവരും കുണ്ടമാതിരിയായി പോയി. അപ്പൊ ദേവന്മാരെല്ലാം അവനെ അടിച്ച്, ദേവന്മാരെന്ന് പറഞ്ഞാൽ ഭൂമി പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് പിന്നിലുള്ളതാണ്. എന്നിട്ട് അവര് അസ്ത്രങ്ങളെല്ലാം എഴുതും. എന്നാൽ ഇവരെന്ത് ചെയ്ത അസ്ത്രങ്ങളെല്ലാം വിഴുങ്ങി ഇവർ അയക്കുന്നത്. അതെല്ലാം കഥയിലെ പൊടിപ്പം നോക്കൽ. അത് കണ്ട അവർ ദുഃഖിതരായി, അവർക്ക് ദുഃഖം ഉണ്ടായി. കാരണം അവൻ അയക്കുന്ന വില്ലെല്ലാം അവൻ വിഴുങ്ങിയാണല്ലോ. പിന്നെ എന്തുണ്ടായി, അത്ഭുതവും ഉണ്ടായി. ഇതൊന്നും ജീവിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്നിട്ട് അവരെന്ത് ചെയ്തു, അവരെ തന്നെ ഉള്ളിലുള്ള അവരുടെ ഉള്ളിലുള്ള തങ്ങളുടെ അന്തരാമിയായി വസിക്കുന്ന ശ്രീഹരിയെ സ്തോത്രം ചെയ്തു. ഇനി ശ്രീഹരിയുടെ വർണ്ണനയാണ്, ഇതെല്ലാവർക്കും പറയുന്നത് തന്നെയാണ്. അതുകൊണ്ട് വേഗത്തിൽ അങ്ങ് പോകാം. പഞ്ചഭൂതങ്ങളും അവയുടെ അധിപതിയായ ദേവന്മാരും എല്ലാം പേടിച്ച് അമ്പരന്ന് എല്ലാവരും ഭയപ്പെടുന്ന കാലനെ അറ്റം ഭയക്കുന്ന കാലനായ എല്ലാവർക്കും ഭയാനാണ്. ദേവന്മാർക്കെല്ലാം ഭയം കാലനെയാണ്, നമുക്കും എല്ലാം ഭയം കാലനെയാണ്. ആ കാലം പോലും ആരെ പേടിക്കും? ഈ അന്തരാസുരനെ അല്ല ഈ വൃത്രനെ ഭയക്കും. അപ്പൊ അവരിൽ നിന്നും അപ്പോൾ അങ്ങനെയുള്ള ഈ വൃത്രനിൽ നിന്നും സർവേശ്വരനോട് നമ്മളെ ശരണം അഭ്യർത്ഥിക്കുകയാണ് എന്ന് പറയാണ്. ഉള്ളിൽ തന്നെയുള്ള ശക്തിയാണ് അവർ ദേവന്മാർ ആവശ്യപ്പെട്ടത്, സഹായം അഭ്യർത്ഥിച്ചത്. ഇനി 22 പറയാ, അഹങ്കാരമില്ലാത്ത രജോ ഗുണാദികൾ ദോഷങ്ങളില്ലാത്ത എല്ലാം തികഞ്ഞു സ്ഥിതി ചെയ്യുന്ന ശ്രീഹരിയെ വിട്ട് യാതൊരു മൂഢൻ വേറൊന്നിനെ അഭയം പ്രാപിക്കുന്നുവോ അവൻ ശ്വാവിന്റെ വാലുകൊണ്ട് സമുദ്രം കടക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ്. അതായത് അഹങ്കാരമില്ലാത്ത ഒരു ശക്തിയാണ് നമ്മുടെ ഉള്ളിലുള്ള ശ്രീഹരി. അങ്ങനെ പ്രവർത്തിയാണ്. അദ്ദേഹത്തിന് രജോ തമോ ഗുണങ്ങളൊന്നുമില്ല. എല്ലാം തികഞ്ഞിട്ട് അന്തരാമിയായിട്ട് നിൽക്കുന്ന ശ്രീഹരിയോട് പറയുകയാണ്, അങ്ങയെ പോലെ ഉള്ള ഒരാളെ ശരണം പ്രാപിക്കാത്തവൻ മൂഢനാണ് അവൻ. അതായത് ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി ആരെയുള്ളൂ? ശ്രീഹരിയേ ഉള്ളൂ. അല്ലാത്തവരാരൊക്കെ അങ്ങനെ വീട്ടിൽ വേറെ വല്ലവരുടെയും പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അവര് മൂഢനാണ്. അവരെ പട്ടിയുടെ വാല് പിടിച്ചിട്ട് സമുദ്രം കടക്കുന്ന മാതിരിയാണ്. പട്ടി വെള്ളത്തിൽ കടന്നിട്ട് പോകുമല്ലോ, അപ്പൊ അതിന്റെ പട്ടിന്റെ പാലും പിടിച്ചിട്ട് സമുദ്രം കിടക്കാൻ നോക്കിയാൽ നടക്കില്ല. ഇനി 23 പറയുകയാണ്, സത്യവ്രതൻ എന്ന ഒരു മനു ഭൂലോകമാകുന്ന തന്റെ കപ്പലിനെ ഏതൊരു ഭഗവാന്റെ കൊമ്പിനാൽ കെട്ടിയിട്ട്, അതായത് പ്രളയ സമയത്ത് ഒരു കഥയുണ്ട്. ആ മനു അടുത്ത മനുവന്തരം അതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. ഒരു കപ്പലിനെ എല്ലാത്തിനെയും കയറ്റിയിട്ടുണ്ട്, രക്ഷപ്പെടേണ്ട. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം കഴിയുമ്പോൾ വലിയൊരു പ്രളയമുണ്ടാകുമ്പോൾ വലിയൊരു കപ്പലിൽ, ഇവിടെ ഭൂമി തന്നെ കപ്പലായിട്ട് ചിത്രീകരിക്കുകയാണ്. ആ കപ്പലില് ഭൂമിയിലുള്ള എല്ലാ വസ്തുക്കളെയും കയറ്റിയിട്ട്, ഇതാണ് ബൈബിളിൽ കണ്ട പെട്ടകത്തിൽ കയറ്റി പോകുന്നത്. ഇത് വേറെ തരത്തിൽ വേറെ കഥയിൽ പറഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ആര് വരും? ഈ ശ്രീഹരി വരും. അതിൻ്റെ കൊമ്പിന്മേലെ പിടിപ്പിച്ചിട്ടാണ്, മുകളിലുള്ള ആ സ്ഥാനത്തുമേൽ പിടിപ്പിച്ചിട്ടാണ് ആ ദുർഘട ഘട്ടത്തെ തരണം ചെയ്തത്. അതേ മത്സ്യമൂർത്തിക്ക് ഞങ്ങളുടെ തീർച്ചയായും നമ്മളെ വൃത്രാസുര ഭീതിയിൽ നിന്നും രക്ഷിക്കാൻ പറ്റും. അദ്ദേഹത്തെ സ്തുതിക്കുകയാണ്. ഇപ്പം പ്രളയം വരുമ്പോൾ അടുത്ത മനു, അതിൽ നിന്നാണ് മന്വന്തരം ആരംഭിക്കേണ്ടത്. അദ്ദേഹം ചെയ്യും, എല്ലാ ജീവജാലങ്ങളെയും എല്ലാം എടുത്തിട്ട് വേദങ്ങളെല്ലാം എടുത്തിട്ട് അങ്ങനെയാണ് രക്ഷപ്പെടുക എന്ന് നേരത്തെ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഈ മത്സ്യത്തിൻ്റെ ചിറകുമേലെ പിടിപ്പിച്ചിട്ട് പെട്ടകത്തിലിട്ടിട്ട് മത്സ്യം കൊണ്ടുപോകും. അപ്പോൾ എങ്ങനെയുള്ള പ്രളയത്തെ അവൻ ചെയ്യുന്നത്? ചിലപ്പോൾ ബോട്ടിലിട്ട് പ്രളയം വരികയാണ്, വെള്ളം മാത്രമാണ് കയറുന്നുണ്ടെങ്കിൽ ബോട്ടിൽ കയറിയിട്ട് വെള്ളത്തിൽ കയറിയിട്ട് രക്ഷപ്പെടാം കുറച്ച് പേർക്ക്. അല്ല ഭൂമി മുഴുവൻ ഇനി അടുത്തൊന്നും തിരിച്ചു വരാൻ പറ്റാത്ത അവസ്ഥയിലുള്ള പ്രളയമാണെങ്കിൽ റോക്കറ്റിലും എങ്ങനെയാണ് ചെയ്യുക? റോക്കറ്റിൻ്റെ ഒരു മത്സ്യത്തിൻ്റെ രൂപമാണ്, അതിനോടാണ് പെട്ടകം പിടിപ്പിക്കുന്നത്, ആളിരിക്കുന്ന പേടകം റോക്കറ്റോട് പിടിപ്പിച്ചിട്ടാണ് മുകളിലോട്ടേക്ക് പോകുക. അപ്പോൾ ഈ തരത്തിലെല്ലാം നമ്മൾ ഈ കഥയെ കണ്ടുകൊള്ളണം. അല്ലാതെ പെട്ടകം എന്ന് പറയുമ്പോൾ മത്സ്യം എന്നെല്ലാം പറയുമ്പോൾ മത്സ്യം വലിച്ചു കെട്ടിയൊന്നും പോകാൻ പോകുന്നില്ല. അത് ബോട്ടാണ് ഉദ്ദേശിക്കുന്നത്, അല്ലെ റോക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനത്തെ ദുർഘട ഘട്ടത്തിൽ രക്ഷിച്ച ആരാണ്? ശ്രീഹരിയാണ്. ആ ശ്രീഹരിയാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. അവർ ദേവന്മാർ ഉള്ളിൽ തന്നെയാണ് തിരക്കിയിട്ടാണ് പറയുന്നത്. അതായത് ആ ശ്രീഹരി ഇത്രയെല്ലാം അവതാരങ്ങളിൽ എടുത്ത ശ്രീഹരി എന്ത് ചെയ്യും? ഈ ഘട്ടത്തിലും നമ്മളെ സഹായിക്കും. കാരണം അത് ശ്രീഹരിയുടെ ആവശ്യം തന്നെയാണ് നല്ലൊരു പ്രപഞ്ചമുണ്ടാക്കുക. അതിന് പാരയായിട്ടാണ് ആര് വന്നിരിക്കുന്നത്? വൃത്രാസുരൻ വന്നിരിക്കുന്നത്. ഇനി 24 പറയാണ്, ആദ്യകാലത്ത് ബ്രഹ്മാവ് പോലും ആടിയുലഞ്ഞ താമരയും. ഇവിടെ പറയാണ് ബ്രഹ്മാവ് താമരയിലുള്ള നാഭി എന്നൊരു താമരയായിട്ടാണല്ലോ ബ്രഹ്മാവ് ഇരുന്നത് സൃഷ്ടിയിൽ ആദ്യം. അപ്പം ഇതിങ്ങനെ ഒലഞ്ഞിട്ട് വീഴാൻ പോകുമ്പോൾ രക്ഷിച്ചാരാണ്? വിഷ്ണുവാണ്. ബ്രഹ്മാവിനെ പോലും രക്ഷിച്ച കക്ഷിയാണ് ഈ ശ്രീഹരി. അപ്പം അവരെ നമ്മളെ രക്ഷിക്കുന്നു, സംശയമൊന്നുമില്ല. എന്നിട്ട് 24 മുതൽ 27 വരെ, യാതൊരുവൻ സ്വയം ആയാൽ ഞങ്ങളെ സൃഷ്ടിക്കും മുമ്പേ അല്ല, യാതൊരുവൻ സ്വയം ആയാൽ ഞങ്ങളെ സൃഷ്ടിച്ചുവോ? നമ്മളെ സൃഷ്ടിച്ചത് ആ ശക്തി തന്നെയാണ്. യാതൊരുവരുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ സൃഷ്ടി നടത്തുമോ? നമ്മളെന്തൊക്കെ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ ആരനുഗ്രഹം കൊണ്ടാണ്? ആ വിഷ്ണുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. നമ്മളിപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും ആ വിഷ്ണുവിൻ്റെ ഇത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ശക്തിക്ക് എന്ത് വേണം? വേദങ്ങൾ പ്രചരിക്കണം. അപ്പം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പം എല്ലാം ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്ന വിഷ്ണുവിൻ്റെ ഗുണമാണ്. വിഷ്ണു എന്ന് തന്നെയാണ് നമ്മളെല്ലാം, ദേവന്മാരാണ് ഇത് പറയുന്നത്. യാതൊരുവരുടെ അനുഗ്രഹത്താൽ ഞങ്ങൾ സൃഷ്ടി നടത്തുമ്പോൾ, അപ്പം നമ്മളെ സൃഷ്ടിച്ചിട്ടുണ്ട്. നമ്മളെന്തൊക്കെ സൃഷ്ടി നടത്തുന്നുണ്ടെങ്കിൽ ദേവന്മാർ, അതും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹത്താലാണ്. വേറെ വേറെ ഈശ്വരന്മാരെന്ന് ഭാവിക്കുന്ന ഞങ്ങൾ, പക്ഷെ നമ്മൾ അജ്ഞാനികളാണ്. നമ്മളെന്താ ചിന്തിക്കുന്നത്? ഈശ്വരന്മാർ കുറേ ഉണ്ട് എന്നാണ്, വേറെ വേറെ ഉണ്ട് എന്നാണ്. ഇങ്ങനെ വേറെ വേറെ ഒന്നും ഈശ്വരനില്ല, ഈശ്വരനാകെ ഒന്നേ ഉള്ളൂ. ഉള്ളിലിരിക്കുന്ന ആ ശക്തിയുടെ, അപ്പൊ ഈശ്വരനേ ഉള്ളൂ, ഒരൊറ്റ ഈശ്വരനേ ഉള്ളൂ. അത് എവിടെയാ ഉള്ളത്? നമ്മളെ ഉള്ളിൽ തന്നെ ഉണ്ട്. അങ്ങനെയുള്ള ആ ശക്തിയെ നമുക്കെന്ത് പറ്റുന്നില്ല? സ്വരൂപത്തിൽ ദർശിക്കുന്നില്ലയോ? അങ്ങനെയുള്ള ഈശ്വരനെ നമുക്ക് ആ ഒരു രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അതിനെ ദർശിക്കാൻ പറ്റില്ല. കാരണം അതിന് രൂപവും ഭാവമൊന്നുമില്ല. ഉള്ളിൽ നിൽക്കുന്നുണ്ട് എന്നല്ലാതെ അതിനൊന്നും ഓപ്പറേറ്റ് ചെയ്ത് നോക്കിയാലൊന്നും കാണാൻ പോകുന്നില്ല. യാതൊരു ആൾ അയാളെ പറ്റി തന്നെയാണ്, ആ വിഷ്ണുവിനെ തന്നെ പറ്റി തന്നെയാണ് ഇവിടെ പല രൂപത്തിൽ മായയാൽ അവതാരം എടുത്തിട്ട് ശത്രുക്കളെ നീക്കം ചെയ്തുവോ, അല്ലെങ്കിൽ ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷിച്ചുവോ?
പല അവതാരങ്ങളായിട്ട് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അക്കാലത്തെ ശത്രുക്കളെ ഇല്ലാതായിട്ടുണ്ട്. അതെല്ലാം അവതാര കഥകളും ദേശാവതാരത്തിനെല്ലാം പറയാം. അതിൻ്റെ പിന്നിലെല്ലാം സയൻസ് ഉണ്ട്. ജീവാത്മാവായ എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ ഉള്ളിൽ വിലസുന്ന ഈശ്വരൻ, ആ ഈശ്വരൻ തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജീവാത്മാവായിട്ട് വിലസുന്നത്. തന്നിൽ നിന്നും ഭിന്നമായ വിശ്വത്തിന് മൂല കാരണമായവൻ, അതിൽ നിന്നും ഭിന്നമായ വിശ്വം ഉണ്ടാക്കാൻ കാരണക്കാരൻ അവനാണ്. പക്ഷെ അവൻ തന്നെയാണ് ഈ വിശ്വമായിട്ട് മാറിയത്. പക്ഷെ തന്നിൽ നിന്നും ഭിന്നമാണ്. അതെന്താണ്? ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നും ഇല്ലാതെ അത് തന്നെയാണ് ഈ രൂപവും ഭാവമുള്ള നമ്മളെല്ലാമായിട്ട് മാറിയിരിക്കുന്നത്. പ്രകൃതിയും പുരുഷനുമായി ശരണാർഹരായി കഴിയുന്ന ആ ഭഗവാനെ പ്രകൃതിയും പുരുഷനുമായി കൊണ്ട് വന്നിട്ടാണ് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങൾക്കും ശരണാർഹനായിട്ട് വസിക്കുന്നത്. ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുക. അങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ശരണം പ്രാപിക്കുന്നത്. അപ്പൊ ഈ ശ്രീഹരിയുടെ ഗുണഗണങ്ങൾ പറയാണ്. എങ്ങനെയെല്ലാം ശ്രീഹരിനെ മനസ്സിലാക്കേണ്ടത്? എന്നിട്ടെന്ത് പറയുകയാണ്? അങ്ങനെയുള്ള അന്ന് നമുക്ക് ക്ഷേമം ഉണ്ടാക്കിത്തരണം. ഇതിൻ്റെ 28 പറയാണ്, ഇപ്രകാരം സ്തുതിച്ചു കൊണ്ടിരുന്ന അവരുടെ മുന്നിൽ, ദേവന്മാരുടെ മുമ്പിൽ ശംഖ്, ചക്രം, ഗദ എന്നിവയെല്ലാമായിട്ട് ശ്രീ ഭഗവാൻ അവിടെ പ്രത്യക്ഷനായി. ഇനി 29 ശ്രീവത്സവും കളവും ഒഴിച്ച് മറ്റു ലക്ഷണങ്ങളെല്ലാം മൊത്ത 16 പേരാൽ ചുറ്റും നിന്നുകൊണ്ട് ഉപാസിക്കപ്പെടുന്ന. അപ്പൊ അദ്ദേഹത്തെ ഉപാസിക്കുന്നതിന് എത്ര പേരാണ്? 16 പേര്. അദ്ദേഹത്തിന്റെ തന്നെ രൂപത്തിൽ 16 പേരുണ്ട് ഉപാസിക്കുന്നത്. പക്ഷെ എന്ത് മാത്രമില്ല, ശ്രീവത്സവും കൗസ്തുഭവും മാത്രം അവർക്കില്ല. അപ്പൊ 16 കലകൾ എന്നെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? നമ്മളെ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കർമ്മേന്ദ്രിയങ്ങൾ 5 ഉണ്ട്, ജ്ഞാനേന്ദ്രിയങ്ങൾ 5 ഉണ്ട്, പിന്നെ ഒരു മനസ്സുണ്ട്. ആ തരത്തിലും കാണാം. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളെ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ ഒരു മനസ്സ്, ഇങ്ങനെയെല്ലായിട്ട് 16 ഭാഗം. ഇതെല്ലാമായി വന്നത് ചുറ്റും നിന്ന് ഇവർ നമ്മളെ സേവിക്കുന്നുണ്ട്. നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ശ്രീഹരിയെയും ഇതെല്ലാമാണ് പരിചരിക്കുന്നത്. പഞ്ചഭൂതങ്ങളാണ് ഇതെല്ലായിട്ട് മാറിയത്. എന്നിട്ട് കർമ്മം ചെയ്യുന്നത് ജ്ഞാനേന്ദ്രിയവും കർമ്മേന്ദ്രിയവും കൊണ്ട് മനസ്സിനെ കൊണ്ടാണ് ഇതെല്ലാം ചുറ്റും നിന്നിട്ട് സേവ ചെയ്യുന്നത്. നിന്തിരുവടിയെ കണ്ട് ആനന്ദത്തോടും വിവശതയോടും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ശ്രീഹരിയെ മുമ്പിൽ കണ്ടപ്പോൾ അവർക്ക് ആനന്ദമുണ്ടായി, വിവശരായി. അവര് എല്ലാവരും എന്ത് ചെയ്തു? ഒന്നിച്ച് ദണ്ട് വീഴുന്ന പോലെ മരം കടക്കെ ഭൂമിയിൽ വീണിട്ട് അദ്ദേഹത്തെ വഴങ്ങി. എന്നിട്ട് എഴുന്നേറ്റിട്ട് പറഞ്ഞു. അത് സ്തുതി തന്നെയാണ്. 31 യജ്ഞവീര്യത്തോടും എല്ലാ യജ്ഞങ്ങളുടെയും വീര്യമായി വർത്തിക്കുന്നത്. നമ്മൾ എന്ത് കർമ്മം ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള വീര്യം ആ ശ്രീഹരിയാണ്. കാലശക്തിയോടും വർത്തിക്കുന്ന, കാലമായിട്ട് വർക്ക് ചെയ്യുന്നതും ആ ശക്തി തന്നെയാണ്. അതുകൊണ്ടാണ് കൃതയുഗത്തിലെ കാലത്തെയാണ് പരശുരാമൻ എന്ന് പറയുന്നത്. കൊളോണിയലിസത്തിലെ ത്രേതായുഗത്തിലേക്ക് കൊളോണിയലിസത്തിലെ കാലത്തെയാണ് രാമനായിട്ട് പറയുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ആ കാലത്തെയാണ് കൃഷ്ണനായിട്ട് പറയുന്നത്. ഇനി പ്രളയം നടക്കുമ്പോഴുള്ള കാലത്തെയാണ് കൽക്കിയല്ലായിട്ട് പറയുന്നത്. അപ്പൊ അങ്ങേക്ക് നമസ്കാരം. ചക്രായുധം പ്രയോഗിക്കുന്ന അങ്ങേക്ക് നമസ്കാരം. ഈ സൗരയുധ ചക്രം, ഈ പ്രപഞ്ചം, നമ്മൾ ഈ 7 ലോകങ്ങളുള്ള ഒരു ചക്ര രൂപത്തിലാണല്ലോ അതുള്ളത്. അത് ആയി മാറിയ അങ്ങേക്ക് നമസ്കാരം. അനേകം ശോഭ കലർന്ന തിരുനാമങ്ങൾ ഉൾക്കൊള്ളുന്ന അങ്ങേക്ക് നമസ്കാരം. അങ്ങേരെ പല നാമങ്ങളിലാണ് അറിയപ്പെടുന്നത്, പല രൂപത്തിൽ, ശോഭ കലർന്ന രൂപത്തിൽ. അങ്ങനെയുള്ള അങ്ങേക്ക് നമസ്കാരം. വിഷ്ണുവിന് പല നാമങ്ങളുണ്ടല്ലോ. ഇനി 32
ഗുണത്രയത്താൽ തീർത്ത ലോകത്തിൽ ഈ ലോകം 3 ഗുണങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. സത്വരജോ തമോ ഗുണത്തിന്റെ അടുത്ത് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ. അപ്പോൾ ത്രിഗുണത്താൽ തീർത്ത ലോകത്തില് അതിനതീതനായിട്ടാണ് അങ്ങേര് നിൽക്കുന്നത്. അങ്ങ് തന്നെയാണ് ഈ 3 ഗുണങ്ങളുടെ ലോകമായി മാറിയെങ്കിലും അങ്ങ് ഇതിൽ നിന്നെല്ലാം ഇതിലൊന്നും പിന്നെ തലയിടാതെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങയെ ആർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല? ബുദ്ധിക്ക് ദോഷമുണ്ടാകുന്നവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. ബുദ്ധി ശരിയായ ബുദ്ധിയല്ലെങ്കിൽ അങ്ങയെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളെ ബുദ്ധിയെല്ലാം മായയിലകപ്പെട്ടതുകൊണ്ടുള്ളതാണ്, ഞാനെന്ന ചിന്ത വെച്ചിട്ടുള്ളതാണ്. ഇനി 33 ഓങ്കാരപ്പൊരുളെ, ഓങ്കാരം എന്ന ശബ്ദത്തിലൂടെയാണ് പ്രപഞ്ചമായിട്ട് അത് പ്രപഞ്ചമായി മാറിയത്. പരമഹംസ സന്യാസിയായിട്ട് ആർക്ക് മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ? പരമഹംസൻ എല്ലാം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് അവസാന ശരീരത്തിൽ നൂൽബന്ധം പോലും ഇല്ലാതെ എവിടെയെങ്കിലും കിടക്കുന്ന ആ ബ്രഹ്മസാക്ഷാത്കാരം നേടുന്ന അവസ്ഥ. പരമഹംസ സന്യാസി മാർഗത്തിലൂടെ ഭഗവൽ ഭക്തിയാൽ അജ്ഞാന അന്ധകാരം നശിക്കുമ്പോൾ, അല്ലെ അജ്ഞാനമാകുന്ന തിമിരം മാറുമ്പോൾ, അപ്പോൾ മാത്രമാണ് വെളിപ്പെടുത്തുന്ന ആ സ്വരൂപം. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മാത്രം വെളിപ്പെടുന്ന ആ സ്വരൂപത്തെ അപ്പോൾ അവർക്ക് എന്തുണ്ടാകും? സ്വയം ആനന്ദാനുഭൂതി അനുഭവിക്കും. അങ്ങനെ സന്യാസത്തിന്റെ അവസാന പടിയിൽ കടന്ന് ഭക്തിമാർഗത്തിൽ കൂടി നമ്മുടെ ആ ഉള്ളിലുള്ള അജ്ഞത ശുദ്ധമാവുക, എല്ലാത്തെയും ബ്രഹ്മമായി കാണാനുള്ള ഒരു മാനസിക അവസ്ഥയിൽ വരുമ്പോൾ ഒരനുഭൂതി ഉണ്ടാകും. ആ അനുഭൂതി തന്നെയാണ് ബ്രഹ്മം. ഇതിന് 34 പറയാണ്, നിന്ദിനുവരിയുടെ ഈ ലീലാവിനോദം ഗ്രഹിക്കുവാനാവില്ല. ഈ കളി ബ്രഹ്മാവ് അങ്ങനെ ഒന്നിന് ഒരു ഗുണമില്ലാത്ത ആ സംഗതി ഇതെല്ലാമായിട്ട് മാറിയിട്ട് ഈ ലീലകളെല്ലാം കാണിക്കുമ്പോൾ ആർക്കും അതിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം എന്താണ് അതിന് കാരണം? അങ്ങ് നിരാധാരനാണ്. അങ്ങേക്കൊന്നിൻ്റെ ആധാരം വേണ്ട. അങ്ങ് എല്ലാം കൊണ്ട് പൂർണ്ണനാണ്. ആ ബ്രഹ്മം നിർഗുണം. അതിന് ഒന്നിൻ്റെയും സപ്പോർട്ടൊന്നും ആവശ്യമില്ല. അതിന് ദേഹമില്ല, നിർദേഹനും. അതിന് ദേഹമൊന്നുമില്ല. കഥയിൽ വരുമ്പോൾ കഥയായിട്ട് എല്ലാം അവതരിപ്പിക്കുന്നതേ ഉള്ളൂ. അതേമാതിരി ബ്രഹ്മത്തിന് ആ രൂപത്തിൽ അവതരിപ്പിക്കുന്നുമില്ല. ഇത് പിന്നെയും ആ വിഷ്ണു എന്ന സ്റ്റേജിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ശ്രീഹരി എന്ന സ്റ്റേജിൽ വരുമ്പോൾ ഒരു ആഗ്രഹമുണ്ട്, കുറച്ച് വ്യത്യാസമുണ്ട്. നിർഗുണനാണ്, പക്ഷെ അത് നിർഗുണം തന്നെയാണ്. അങ്ങ് ഞങ്ങളുടെ സഹയോഗം പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം ആ ശക്തി നമ്മളുമായിട്ട് ചേരണം, കൂട്ടുകൂടണം എന്നുള്ള താല്പര്യം അതിനില്ല. ഇപ്പൊ മറ്റു മതങ്ങളിലെല്ലാം പറയുന്ന കാണാം, ഈശ്വരൻ വന്നിട്ട് നമ്മൾ ആൾക്കാരുമായിട്ട് കൂട്ടുകൂടിയിട്ട് നടക്കുന്നു. ഇതിന് ഇവിടെ പറയുന്നത് ഈശ്വരന് നമ്മളുമായിട്ട് ഒരു കൂട്ടിൻ്റെയും താല്പര്യമില്ല. അത് പറയുന്ന വഴി കാര്യങ്ങൾ നടന്നു, ഒരു സിസ്റ്റം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അല്ലാതെ നമ്മളെ സഹായമൊന്നും അതിനൊന്നും ആവശ്യമില്ല. അപ്പം നമ്മളോട് സഹയോഗം കൂടാൻ അത് ഇഷ്ടപ്പെടുന്നില്ല. അതേസമയം തന്നെ സ്വസ്വരൂപത്തിൽ നിന്ന് തന്നെ, അങ്ങനെയുള്ള സ്വരൂപത്തിൽ നിർഗുണമായി നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ ത്രിഗുണങ്ങളുടെ സഹായത്താൽ സൃഷ്ടി നടത്തുന്നു, അതിനെ സംരക്ഷിക്കുന്നു, പിന്നെ അവസാന കാലം കഴിയുമ്പോൾ സംഹരിക്കുകയും ചെയ്യുന്നു. എൻ്റെ ഒരു സന്ദേശം പോലെ ചോദിക്കുകയാണ്, ബ്രഹ്മസ്വരൂപമായ തിരുവടി. അങ്ങ് ബ്രഹ്മത്തിന്റെ സ്വരൂപമാണ്. അതിന് രൂപമില്ല, ഭാവമില്ല, ആർക്കും മനസ്സിലാക്കാൻ പോയി പറ്റില്ല. അങ്ങനെ തന്നെയാണ് അങ്ങുള്ളത്. പക്ഷെ അങ്ങ് ദേവദത്ത എന്ന ദേഹിയായി ദേവദത്തൻ എന്ന ഒരു ശരീരം സ്വീകരിച്ചുകൊണ്ട് നാനായോനികളിൽ പല രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് യോനികളിലൂടെ ഓരോ രൂപത്തിൽ നിന്ന് വരികയാണ്. എന്നിട്ടോ താൻ ചെയ്ത ശുഭ അശുഭങ്ങളുടെ ഫലം ജീവസ്വരൂപേണ അനുഭവിക്കുകയാണ്. അങ്ങ് തന്നെയാണ് നിർഗുണമായ ഒരു ഗുണവുമില്ലാതെ, ഒരു താല്പര്യമില്ലാതെ അങ്ങ് തന്നെ
പല ജീവജാലങ്ങളായിട്ട് യോനിയിലൂട്ട് കയറിയിട്ട് ഇറങ്ങി വന്നിട്ട് ഇവിടെ ഉണ്ടാകുന്ന കഷ്ടതകളെല്ലാം അങ്ങ് തന്നെ ചെയ്ത പാപപുണ്യ ഫലങ്ങളുടെ ഫലം അനുഭവിക്കാനാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? അതായത് പ്രബോധമായിട്ട് വന്നിരിക്കുന്നത് കുറെ പാപങ്ങളെല്ലാം അനുഭവിച്ചു തീർക്കാൻ, അതിന് തന്നെ വേണ്ടിയിട്ടാണോ ഇങ്ങനെ വരുന്നത്? എല്ലാം തന്നിൽ തന്നെ രമിക്കാൻ വേണ്ടിയാണ്. പിന്നെ ഉള്ളിലിങ്ങനെ ഇരുന്നുകൊണ്ട് ഒരു രസം. ഇപ്പൊ കുട്ടികളെ കടപ്പുറത്തിങ്ങനെ മണ്ണിന്റെ ഇതുണ്ടാക്കുമല്ലോ, അതിന് പൊളിക്കും. അതുമാതിരിയുള്ള ഒരു രസം കൊണ്ടാണോ ഇങ്ങനെ വന്നിരിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ല ദേവന്മാർക്ക് പോലും. ഇതിനു വേണ്ടിയിട്ടാണ് താൻ തന്നെ ഇത് സൃഷ്ടിച്ച് അതിന്റെ ഫലം താൻ തന്നെയാവുക. അതായത് നമ്മളെന്തൊക്കെ കഷ്ടപ്പാട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവാത്മാവ് തന്നെയാണ് അനുഭവിക്കുന്നത്. ഈ ജീവാത്മാവ് എന്ന് പറയുന്നത് വിഷ്ണു തന്നെയാണ്. വിഷ്ണു തന്നെയാണ് ഇവിടെ കിടന്നിട്ട് അനുഭവിക്കുന്നത്, അല്ലാതെ പ്രമോദല്ല. എല്ലാം വെറുതെ ഉള്ളിൽ കിടന്നിട്ട് രമിക്കാനാണോ? എല്ലാം ഒരു സാക്ഷിയായിട്ട് വെറുതെ ഇരുന്ന് നോക്കുകയാണോ? ഇതൊന്നും നമുക്കറിയാൻ പറ്റൂല. എന്തിനു വേണ്ടി ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നൊന്നും നമുക്കറിയാൻ പറ്റൂല. ഇങ്ങനെ ഒരു പ്രപഞ്ചം ഉണ്ടാക്കിയിട്ട് കുട്ടികൾ കടപ്പുറത്ത് ഉണ്ടാക്കി പൊളിക്കുന്ന മാതിരി ഇങ്ങനെ അത് തന്നെ വന്ന് നമ്മളായി മാറി കാർപ്പം ചെയ്ത് അതിൽ നിന്ന് വ്യത്യസ്തമായ രൂപത്തിലെല്ലാം അതിൻ്റെ പട്ടിയും പൂച്ചിയായി ചിലപ്പോൾ ഇതിൻ്റെ എന്തെല്ലാം ചെയ്തിട്ട് തിരിച്ചു പോകുന്നു. അത് തന്നെ അതിൻ്റെ ആ ബ്രഹ്മമായിട്ട് മാറുന്നു. ഇതിന്റെ 36 പറയാണ്, നിത്യരുവടിയായ ജീവത്വവും ബ്രഹ്മത്വവും പരസ്പര വിരുദ്ധമല്ല. അങ്ങ് തന്നെയാണ് ബ്രഹ്മം, നിർഗുണമായ ഭാവം. അങ്ങ് തന്നെയാണ് ജീവജാലങ്ങളിലെ ജീവത്വം, ഈ ജീവിയായിട്ടും വരുന്നത്. രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, കാരണം രണ്ടും അത് തന്നെയാണ്. കാരണം അങ്ങ് അതിരില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനാണ്. അതിരില്ലാത്ത ഗുണമുണ്ട്. എന്താ അതിരില്ലാത്ത ഗുണം? അതിനെ കാണാനും കേൾക്കാനും പറ്റില്ലാതെ ഒരു രൂപത്തിൽ, അതാണ് അതിൻ്റെ സ്വഭാവമെങ്കിൽ വേറെ ഗുണവും എടുക്കുക. ഏത്? ഇതേമാതിരി ഭൂമിയായിട്ട് പ്രപഞ്ചമായിട്ട് വരികയും ചെയ്യാം. അപ്പം അതിന് നിബന്ധനകളൊന്നുമില്ല, അതിനൊന്നുമില്ല. അതിരില്ലാത്ത ഗുണങ്ങളോട് കൂടിയവനാണ് അങ്ങ്. അതുകൊണ്ടാണ് അങ്ങ് തന്നെയാണിത്, ഒന്നുമില്ലെങ്കിലും അങ്ങ് തന്നെ. ഈ സത്യത്തെ സ്പർശിക്കാത്ത, എന്നാൽ ഈ സത്യം മനസ്സിലാക്കാത്ത, അങ്ങനെയുള്ള ഈ സത്യം മനസ്സിലാക്കാത്ത സംശയവും യുക്തിജിന്റെയും തീർപ്പ് കൽപ്പിക്കുക, ഈശ്വരൻ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നല്ലോ ഗുണത്തെ പ്രമാണങ്ങൾ ഉണ്ടാക്കുക, കുറെ മതങ്ങളെല്ലാം ഉണ്ടാക്കി ഈശ്വരനെ ഓരോ തരത്തിൽ വ്യാഖ്യാനിക്കുക. ഉൾക്കൊള്ളുന്ന ഗാർഹിക വൃത്തിയിലൂടെ കലങ്ങിയ സ്വബുദ്ധി വെച്ചുകൊണ്ട് അവലംബിച്ച് പണ്ഡിതന്മാർ നടത്തുന്ന വാദപ്രതിവാദങ്ങൾക്ക് വിഷയം ഭവിക്കാത്ത അങ്ങേക്ക് നമസ്കാരം. പണ്ട് ചില പണ്ഡിതന്മാര് അല്ലെ മതപണ്ഡിതന്മാര് പല മതപുസ്തകങ്ങളെല്ലാം ഉണ്ടാക്കി ഗുണന്തൻ പ്രമാണങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് എന്തെല്ലോ തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ചിലവര് അങ്ങനെ ഒരു ഈശ്വരൻ ഇല്ല എന്ന് പറയും, ചിലവരുണ്ട് എന്ന് പറയും. ഉണ്ട് തന്നെ അത് ഇന്നതാണ് എന്ന് ഒരു കൂട്ടർ പറയുമ്പോൾ മറ്റേ പറയല്ല ഇത് നമ്മളെ ഇന്നതാണ് എന്നെല്ലാം പറയും. അങ്ങനെയുള്ള ഗുണന്തൻ പ്രമാണങ്ങളെല്ലാം ഉൾക്കൊണ്ട് നടക്കുന്ന ശാസ്ത്രത്തിലൂടെ അല്ല ഗൃഹവൃത്തിയിലൂടെ കലങ്ങിയ ബുദ്ധി, കുടുംബജീവിതമായിട്ട് കലങ്ങിയിരിക്കുന്നതാണ് ബുദ്ധി, നമ്മുടെ ബന്ധനങ്ങളിലാൽപ്പെട്ട ബുദ്ധിയാണ്. ആ ബുദ്ധി വെച്ചിട്ട് ഇങ്ങനെ പലതും വ്യാഖ്യീകരിക്കുന്നതുമായിട്ട് ഇതിനെന്തില്ല, ഈ ശക്തിക്ക് ഒരു ബന്ധവും ഇല്ല. ഈ വാദിക്കുന്നത് മതങ്ങളെല്ലാം വാദിക്കുന്നതിനൊന്നും ഒരു അർത്ഥവും ഇല്ല. എന്നിട്ട് പറയാണ്, മായാമയമായ ഈ സംസാരം, മായയിൽ സൃഷ്ടിച്ച ഈ സംസാരം, ഈ പ്രപഞ്ചം തന്നിൽ തന്നെ അടങ്ങിയിരിക്കുകയാണ്. അതിൽ തന്നെയാണ് അടങ്ങിയിരിക്കുന്നത്. ആ ബ്രഹ്മത്തിൽ തന്നെയാണ്, അല്ലെങ്കിൽ ശ്രീഹരിയിൽ തന്നെയാണ്. ഒരു ഗുണവുമില്ലാതെ അതിൽ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന ഈ മായാലോകം അടങ്ങിയിരിക്കുന്നത്. പക്ഷെ അതേസമയം അതെന്താണ്? സർവസ്വതന്ത്രമാണ്. ഈ ഭൂമിയിൽ കിടക്കുന്ന ഒരു കാര്യവുമായിട്ട് അതിനൊരു ബന്ധവും ഇല്ല. കേവല ആത്മാവായി വർത്തിക്കുന്നവരെങ്കിലും, അവനാണ് എല്ലാത്തിൻ്റെ ആത്മാവായിട്ട്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവായിട്ട് വർത്തിക്കുന്നതെങ്കിലും അങ്ങനെയുള്ള അങ്ങേക്ക് ഈ മായാലോകത്തിൽ സംഭവിക്കാതെ നടക്കാൻ പറ്റാത്ത കാര്യം എന്താണുള്ളത്?
അപ്പം അങ്ങ് തന്നെയാണ് ഈ മായയായിട്ട് ഈ പ്രപഞ്ചമായിട്ടെല്ലാം മാറിയിട്ട് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ മായയിൽപ്പെടുന്ന കക്ഷി തന്നെയാണ് ആര്? ഈ വൃത്രാസുരൻ. വൃത്രാസുരൻ. അപ്പൊ അങ്ങേരെ നശിപ്പിക്കാൻ അങ്ങ് വിചാരിച്ചാല് എളുപ്പത്തിൽ നടക്കും. കാരണം അങ്ങ് തന്നെയാണ് അതായിട്ട് മാറിയിരിക്കുന്നത്. രണ്ട് സ്വരൂപവും തന്നിൽ നിക്ഷിപ്തമാണ്. അതായത് ആ ബ്രഹ്മത്തില് നിഷിദ്ധമാണ് നിർഗുണമായ ആ ബ്രഹ്മത്തിന്റെ അവസ്ഥയും, അതേസമയം ഇന്ന് കാണുന്ന പ്രപഞ്ച രൂപത്തിലുള്ള അതും അങ്ങ് തന്നെയാണ്. 37 പറയാണ്, ഒരു കയർ കണ്ടിട്ട് സർപ്പമാണ് ധരിക്കുന്നവന് അപ്പോൾ അത് സത്യമായിട്ടാണ് പ്രതിഭാസിക്കുന്നത്. ഒരാൾ കയറ് കാണുകയാണ് രാത്രി, അയാളത് പാമ്പാണെന്ന് ധരിക്കുകയാണ്. സത്യം അറിയുന്നതിനെക്കാട്ടി മുമ്പിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് പാമ്പ് തന്നെയാണ്. ആ തരത്തിലാണത് അങ്ങേരിൽ പ്രതിഭാസിക്കുന്നത്. അതേപോലെ സമബുദ്ധിക്കാർക്കും വിഷമബുദ്ധിക്കാർക്കും ഓരോരുത്തരുടെയും തോന്നിയതുപോലെ അത് പ്രതിഭാസിക്കുന്നു. സമബുദ്ധിയുള്ളവര്, സമബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന എല്ലാം ബ്രഹ്മമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് ആ ഈശ്വരൻ നിർഗുണമായ രൂപത്തിൽ പ്രതിഭാസിക്കും. അതല്ല വിഷമബുദ്ധിയാണെങ്കിൽ അവർ ഓരോ തരത്തിൽ യുക്തിവാദി പറയും അത് ഇങ്ങനെയാണ്, അങ്ങനെ ഈശ്വരനില്ലാതെ. പിന്നെ മതങ്ങളിൽ വിശ്വസിക്കുന്നവർ പറയും എൻ്റെ ദൈവമാണ് ശരിയായത്, അലിംഗന രൂപമാണെന്നെല്ലാം പറയും. അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. പാമ്പാണെന്ന് കയറ് പാമ്പാണെന്ന് അറിയാതെ സമയം വരെ അയാളെ സംബന്ധിച്ചിടത്തോളം പാമ്പ് തന്നെയാണ്. അതേപോലെ ആത്മീയവാദികള് ഈശ്വരൻ അതാണ്, നമ്മളെ ഈശ്വരനാണ്, മറ്റേ ഈശ്വരൻ എന്നെല്ലാം പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ ഇരിക്കും. അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടൊന്നും കാര്യമില്ല. 38 പറയാണ്, സമസ്ത വസ്തുവിൻ്റെ സത്തായി. ഇവിടെ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടാകുമോ അതിൻ്റെ സത്ത അത് തന്നെയാണ്. സർവ്വതിൻ്റെയും നിയന്താവായി എല്ലാത്തിനെയും നിയന്ത്രിച്ച് കൊണ്ടു നടക്കുന്നത്, സകല ലോക കാരണമായി മാറിയാണ്. എല്ലാ ലോകം ഉണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് തന്നെയാണ്. സമസ്ത എല്ലാ ജീവജാലങ്ങളിലും അന്തര്യാമിയായിട്ട് വസിക്കുകയാണ്. എല്ലാ ജീവന്റെ ഉള്ളില് അങ്ങ് തന്നെയാണുള്ളത്. സർവ വിഷയങ്ങൾക്കും കാരണമാകുമ്പോൾ തന്നെ എല്ലാ ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം കാരണം അത് ചക്കയാണെന്നും ഇത് മാങ്ങയാണെന്നെല്ലാം നമുക്ക് നിർഗുണമായ ബ്രഹ്മത്തിൽ നിന്ന് വന്ന ഒരേ സാധനം തന്നെയാണ്. പക്ഷേ നമുക്ക് തോന്നുന്നു അത് ചക്കയാണ്, ഇത് മാങ്ങയാണ്. ഇങ്ങനെ കാരണമായി തീരുന്ന അങ്ങ് തന്നെ, ഇതെല്ലാം കാരണം അങ്ങേരുത് തന്നെ. ഒടുവിലെന്താകുന്നു? അത് ഏകനായി തന്നെ പര്യവശേഷിക്കുന്നു. ഏകനായിട്ട് തന്നത് അങ്ങനെ പലതായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷെ പ്രളയം നടക്കുമ്പോൾ അത് അവസാനം എന്തായിട്ട് തന്നെ മാറും, ആ നിർഗുണമായ അവസ്ഥയിൽ തന്നെ ചെന്നുചേരും. ഇനി 39 പറയുകയാണ്, അതിനാൽ അങ്ങയുടെ മഹാത്മമാകുന്ന സമുദ്രത്തിലെ അമൃതത്തിന് തുല്യമായ ഒരു തുള്ളി, അങ്ങയുടെ മഹാത്മ്യമാകുന്ന ആ സമുദ്രം, അമൃതം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ സമുദ്രത്തിലെ ഒരു തുള്ളി നമ്മുടെ ഹൃദയത്തിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം മുഴുവനത് നിറയും. നമ്മൾ ആ ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ. എന്നാൽ നിരന്തരമായ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന അവസരത്തിൽ നമ്മൾ സാധാരണ പലതും കാണുകയും കേൾക്കുകയെല്ലാം ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് ചിലപ്പോൾ നമുക്ക് സുഖമെല്ലാം തോന്നുമെങ്കിലും ആ സുഖമെല്ലാം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുമല്ല തന്നെ. അതിനെല്ലാം വിസ്മരിക്കും. പിന്നെ അതൊന്നും ആ സത്യത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന ഇവിടുന്ന് കണ്ടിട്ട് കേട്ടിട്ടെല്ലാം കിട്ടുന്ന സുഖങ്ങൾ ഒന്നുമല്ലാതായിട്ട് മാറും. അങ്ങ് സർവ്വചരാചരങ്ങളുടെയും പ്രിയപ്പെട്ട സുഹൃത്താണ്, എല്ലാ ജീവജാലങ്ങളുടെയും സുഹൃത്താണ്. അപ്പം നമ്മളെയും സുഹൃത്താണ്. ദേവന്മാർ പറയുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ വൃത്രാസുരനെ വധിക്കണം, എല്ലാം ചെയ്തു തരും. സർവാത്മാവായി സ്ഥിതി ചെയ്യുന്ന സർവേശ്വരൻ തന്നെ
ഇടതല്ല് തടവില്ലാത്ത മനോവൃത്തിയാൽ ഏകാന്ത നിഷ്ഠയോടെ ആ പുരുഷാർത്ഥം നേടുവാൻ സമർത്ഥരായ ഞങ്ങൾ അവിടുത്തെ ചെന്താരടികളെ നിരന്തരം ഭജിക്കുന്നു. അങ്ങനെയുള്ള അങ്ങയെ നമ്മൾ എന്ത് ചെയ്യുന്നു? നല്ല മനോവൃത്തിയോടുകൂടി ഏകാന്തമായ ചിന്തയോടുകൂടി അങ്ങയിലെ പാദത്തിലെ തന്നെ നമ്മുടെ ഭക്തി അർപ്പിച്ചുകൊണ്ട് അതിനുള്ള സമർത്ഥരായ ഞങ്ങൾ അങ്ങയെ നിരന്തരം ഭജിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറയാണ്. നമ്മളിപ്പോൾ ഭജിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങയെ ഏത് സമയവും. എന്തിനു വേണ്ടിയിട്ട്? ഇതൊന്ന് പ്രത്യക്ഷമായത് കൊണ്ടാണ് എന്ത് വേണം, നമുക്ക് ചില കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനുണ്ട്. അത് നമുക്ക് അതുകൊണ്ട് ആ അവസ്ഥയിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുകയാണ്. നമുക്ക് അതിൽ നിന്ന് ഇനി മാറാൻ പറ്റില്ല. കാരണം അതിലൂടെയാണ് നമ്മുടെ ഈ നീർച്ചുഴി, ജീവിതമാകുന്ന ഈ നീർച്ചുഴിയെല്ലാം ഇല്ലാതാകുന്നത്. അതുകൊണ്ട് 3 ലോകത്തിൻ്റെ സ്വരൂപമായ മൂന്ന് ലോകത്തിൻ്റെ സ്വരൂപം അത് തന്നെയാണ് 3 ലോകമായിട്ട് മാറിയത്. 3 ഗുണങ്ങളാൽ സൃഷ്ടി നടത്തിയ 3 ഗ്രഹങ്ങൾ കൊണ്ടാണ് സൃഷ്ടി നടത്തിയത്. 3 ലോകങ്ങളെയും നയിക്കുന്ന അങ്ങ് തന്നെയാണ് ഈ 3 ലോകങ്ങളെയും നയിക്കുന്നത്. മൂന്ന് ലോക മനോവൃത്തിയെയും ആകർഷിക്കുന്ന എല്ലാ മനുഷ്യരുടെയും മനസ്സിനെ ആകർഷിച്ചുകൊണ്ട് അങ്ങാണ് എല്ലാവരെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കുന്ന അങ്ങനെയുള്ള ഭഗവാനോട് പറയുകയാണ്, ദിതി സന്തതിയും ദിതി എന്നതിൻ്റെ ജനിച്ചവരും ധനുസന്തതികളുമായ കുറെ അസുരന്മാരും അങ്ങയുടെ ബ്രഹ്മ രൂപഭേദങ്ങൾ തന്നെയെങ്കിലും. അപ്പൊ ഇവിടെ കുറെ അസുരന്മാരുണ്ട്. ദിതിയിൽ നിന്ന് ജനിച്ചതും ധനുവിന് സന്തതികളായിട്ട് ജനിച്ച കുറെ അസുരന്മാരുണ്ട്. അങ്ങല്ല, അങ്ങയുടെ രൂപം തന്നെയാണ്. അങ്ങ് തന്നെയാണ് ഈ അസുരന്മാരായിട്ട് വന്നിരിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൽ അതെല്ലാം ആദായമാണെങ്കിൽ ഈ വന്നിരിക്കുന്ന വൃത്താസുരനും അസുരന്മാരും എല്ലാം തന്നെയാണ് അങ്ങ് തന്നെയാണ്. പിന്നെ സോൾവ് ചെയ്യാൻ പ്രയാസമില്ലല്ലോ. അങ്ങ് തന്നെ ഇതും അതുമല്ല ആണെങ്കിൽ അവരുടെ മുന്നേറ്റത്തിനുള്ള കാലമല്ല എന്നതിനാൽ ഇപ്പോൾ അവർക്ക് മുന്നേറേണ്ട സമയമല്ല എന്നതിനാൽ തൻ്റെ മായാശക്തിയാൽ ദേവൻ, മനുഷ്യൻ, മൃഗം, മിത്രരൂപം, ജലജീവികൾ എന്നീ ആകൃതികളോട് കൂടിയ ഹേ ദണ്ഡമാണ്. അപ്പോൾ അസുരന്മാരായിട്ട് വന്നത് അങ്ങ് തന്നെയാണ്. അതേസമയം ഇവിടെയുള്ള ദേവന്മാരും മനുഷ്യരും മൃഗങ്ങളും മറ്റ് മിശ്രരൂപങ്ങളും ജലത്തിലെ മത്സ്യങ്ങൾ, ജലത്തിലെ ജീവികൾ ഇവരുമാര് തന്നെയാണ്, അങ്ങ് തന്നെയാണ്. ശത്രു അസുരന്മാരും അങ്ങ് തന്നെയാണ്. നമ്മളും അല്ല, ഈ ജീവജാലങ്ങളും ദേവന്മാരെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദേവന്മാർ മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, മനുഷ്യരും ജീവജാലങ്ങളും എല്ലാം, ഇവിടെയുള്ള മറ്റ് ജീവജാലങ്ങളെല്ലാം അങ്ങ് തന്നെയാണ്. അതുകൊണ്ട് നീ അപരാധത്തിനനുസരിച്ച് ദണ്ഡന മുറ നിറവേറ്റിയിരിക്കുന്നുണ്ട്. നീ ഓരോ കാലഘട്ടത്തിൽ വന്നിട്ട് ഈ മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, അസുരന്മാരെ കൊല്ലാൻ വേണ്ടിയിട്ട് നീ നീതി നടപ്പാക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, നീതി നടപ്പാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വൃത്താസുരനെയും ഇപ്പോൾ പണ്ടും നീ വന്നിട്ടുണ്ട്, മനുഷ്യരെല്ലാം രക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ മനുഷ്യരെ രക്ഷപ്പെടുന്ന അങ്ങയുടെ സഹായത്താൽ തന്നെ. അപ്പോൾ അതേ വഴിയിൽ എന്ത് വേണം? ഈ വൃത്രാസുരനെയും നിഗ്രഹിക്കണമേ. എങ്ങനെ? നിന്ദരുവടിക്ക് വേണമെന്ന് കരുതുകയാണെങ്കിൽ മാത്രം അങ്ങ് ചിന്തിക്കുകയാണ് ഈ വൃത്രാസുരനെ വധിക്കണമെന്ന്. എങ്കിൽ മാത്രം വധിക്കുക. കാരണം അങ്ങേര് തീരുമാനിക്കുന്ന മാതിരിയെ കാലം പോവുകയുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ടോട് കയറിയിട്ട് വധിക്കാനൊന്നും പറയുന്നില്ല. കാരണം ചിലപ്പോൾ നമ്മളെ ആയിരിക്കും വധിക്കേണ്ടത്. ഈ ദേവന്മാരെയാണ് വധിക്കേണ്ടത്, അങ്ങേരാണ് നിൽക്കേണ്ടത്. ഈ വിഷ്ണുവിന് തോന്നിയില്ലെങ്കിൽ ഇവരെയാണ് വധിക്കുക. അതുകൊണ്ട് വധിക്കാനൊന്നും പറയാനൊന്നും അധികാരമില്ല നമുക്ക്. നമുക്കതേ പറയാനുള്ളൂ. അവരെ വധിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ ഒന്ന് വധിച്ചത്.
എന്നേ പറയുന്നുള്ളൂ. നിൻ തിരുവടിക്ക് വേണമെന്ന് കരുതുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ നമ്മൾ ചോദിക്കുന്നില്ല. കാരണം അതാണ് തീരുമാനിക്കേണ്ട ലോകം എങ്ങോട്ടാ പോകേണ്ടത്. വൃത്രാസുരനുണ്ടെങ്കിൽ പ്രപഞ്ചം ഉണ്ടാവില്ല. അപ്പോൾ വൃത്രാസുരനെ കൊന്നേ പറ്റൂ. അത് അദ്ദേഹത്തിൻ്റെ ആ ശക്തിയുടെയും കൂടി ആവശ്യമാണ്. അപ്പം നമ്മളെ വട്ടത്ത് വന്ന് ചെയ്യുക, അത് വേണമെന്ന് തോന്നിയാണെങ്കിൽ. ഇനി 41 പിതാവേ പിതാവിൻ്റെ പിതാവേ, അങ്ങ് തന്നെയാണ് പിതാവ്, പിതാവിൻ്റെ പിതാവ്. മായാദോഷം ഏൽക്കാത്തവനെ, അങ്ങക്ക് മായാദോഷങ്ങളൊന്നും അകപ്പെടുന്നില്ല. ഇപ്പൊ പിതാവും പിതാവിൻ്റെ പിതാവും എല്ലാം ആയിരിക്കുന്നവനെ, മായാദോഷം ഏൽക്കാത്തവനെ, അവിടുത്തെ ഉൾത്താരയാൽ മനസ്സിനെ ചങ്ങലക്കിട്ട് സ്വന്തം സ്വരൂപം ഞങ്ങളിൽ ആവിഷ്കരിച്ച അങ്ങൊരു മായാരൂപത്തിലൂടെ നമ്മളെ മനസ്സിൽ കയറിയെന്ന് നമ്മളെ സ്വാധീനിച്ചിട്ട് ഈ രൂപമെല്ലാം സ്വീകരിച്ചിട്ട് നമ്മളെ ഈ രൂപത്തിൽ അങ്ങ് തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മളെ മനസ്സിനെ അങ്ങയുടെ ചങ്ങലയാൽ ബന്ധിച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അവിടത്തെ ആശ്രയിക്കുന്ന അവിടുത്തെ ആൾക്കാരായ അടിയങ്ങളുടെ, അപ്പോൾ അടിയങ്ങൾ ആരാണ്? അങ്ങ് തന്നെയാണ് അടിയങ്ങളായിട്ട് വന്നിരിക്കുന്നത്. നമ്മളെ മനസ്സിനെ നിയന്ത്രിക്കുന്ന അങ്ങ് തന്നെയാണ്. അങ്ങനെയുള്ള അടിയങ്ങളുടെ ഉൾത്താപത്തെ അനുകമ്പയാലും, നമ്മളിപ്പോൾ ഉൾത്താപത്താൽ ഇരിക്കുകയാണ്. ഒരു വൃത്താസനം വന്നിരിക്കുകയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ അതിൽ നമുക്ക് അനുകമ്പ തോന്നിയാണെങ്കിൽ മന്ദഹാസത്താലും കടാക്ഷത്താലും കൂടി നമ്മളെ താപത്തെ ശമിപ്പിക്കുവാൻ തിരുവുള്ളമുണ്ടാകണം. അതായത് അങ്ങ് തന്നെയാണ് നമ്മളായിട്ട് വന്നത്, അങ്ങ് തന്നെയാണ് അസുരന്മാരായിട്ട് വന്നത്. അങ്ങയ്ക്ക് നമ്മളെ മനസ്സിനെയും എല്ലാം അങ്ങ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള അങ്ങയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന ഞങ്ങളുടെ ഈ ഉൾത്താപത്തെ അങ്ങൊന്ന് ഇല്ലാതാക്കി തരണം. 42 പറയാണ്, അല്ലെങ്കിലും ലോകമായയാൽ വിരോധിച്ചു കൊണ്ടിരിക്കുന്നവന്, അന്ന് ലോകമായയാൽ വിരോധിച്ചു കൊണ്ടിരിക്കും. ഈ ലോകത്തിൽ എല്ലാവരെ കൊണ്ടും ഓരോ മായ ഉണ്ടാക്കി വെച്ചിട്ട് കളിപ്പിക്കുകയാണ്, നമ്മളെ അങ്ങ് കളിപ്പിക്കുകയാണ്. അപ്പോൾ ലോകമായയാൽ വിരോധിച്ചു കൊണ്ടിരിക്കുന്നവനും സമസ്ത ജീവജാലങ്ങളുടെയും അന്തരാത്മാവിൽ ഇരിക്കുന്നവനും നമ്മളെല്ലാം ഉള്ളിൽ അങ്ങ് തന്നെയാണ് ഇരിക്കുന്നത്. പുറത്തെ ശക്തിയിൽ വർത്തിക്കുന്നവനും, നമ്മൾ പുറത്തെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ, അടിക്കുകയോ പിടിക്കുകയോ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ അതും അങ്ങ് തന്നെയാണ്. ദേശകാല ശരീരസ്ഥിതികൾക്കനുസരിച്ച് ഓരോ കാലത്തെ, ഓരോ ദേശത്തെ, ഓരോ കാലത്തെ ഏത് ജീവിയാണോ ആ ജീവജാലങ്ങളുടെ ശരീരഘട സ്ഥിതികൾക്കനുസരിച്ച് അവരുടെ പ്രവർത്തനങ്ങൾക്ക് കാരണമാക്കുന്നവനായ, അവരെന്തെല്ലാമോ പ്രവർത്തിക്കുന്ന അതിൻ്റെ പിന്നിലുള്ളത് അങ്ങ് തന്നെയാണ്. അങ്ങ് അതെല്ലാം സാക്ഷി രൂപത്തിൽ കണ്ടുകൊണ്ടും ഇരിക്കുകയാണ്. അങ്ങനെയുള്ള അങ്ങ് അഗ്നിക്ക് പ്രകാശത്തെ പ്രത്യേകം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അഗ്നി ഉണ്ടാകുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പ്രകാശവും വന്നോളും. അതുപോലെ അങ്ങയോട് മറ്റ് കാര്യവിശേഷങ്ങളൊന്നും പറയപ്പെടേണ്ടതായിട്ടില്ല. അങ്ങയോട് നമ്മളെ പ്രശ്നം എന്താണെന്ന് അങ്ങയോട് പറയേണ്ട കാര്യമില്ല. അങ്ങ് തന്നെയാണ് നമ്മളായിട്ട് വന്നത്, നമ്മൾ ഉള്ളിൽ കടന്നുകൊണ്ട് നമ്മളെ മനസ്സിനെ എല്ലാം നിയന്ത്രിക്കുന്നത് അങ്ങ് തന്നെയാണ്. പിന്നെ ഇനി നമ്മളെ പ്രശ്നം ഇനി അങ്ങോട്ടേക്ക് കയറി പറയേണ്ട ആവശ്യം ഇല്ല. ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതിനൊന്നും അർത്ഥമില്ല. അങ്ങ് തന്നെയാണ് നമ്മളായിട്ട് വന്നിരിക്കുന്നത്. നമ്മളെ ഉള്ളിൽ കടന്നുകൊണ്ട് ഇതെല്ലാം നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത് അങ്ങനെയാണ്. അങ്ങനെയുള്ള അങ്ങയോട് എന്താണ് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമൊന്നും ഇല്ല. അതിനാൽ 43 എല്ലാം അറിയുന്ന അങ്ങ്, അതുകൊണ്ട് അങ്ങേക്ക് എല്ലാം അറിയാം. നാനാതരത്തിലുള്ള പാപകർമ്മങ്ങളുടെ ഫലമായി ഉണ്ടായ സംസാര ക്ലേശത്തെ നമ്മളെന്തല്ലോ പാപം ചെയ്തിട്ടുണ്ട്. എന്താണ് പാപം ചെയ്തിരുന്നത്? അവിടെ സുഖിച്ചങ്ങനെ ഇരിക്കുകയായിരുന്നു, തയ്യാറൊന്നും എടുപ്പൊന്നും ഇല്ലാതെ. അതുകൊണ്ടല്ലേ അസുരം വന്നിട്ട് പിന്നെ വേറെ ചെയ്തിട്ടുണ്ടല്ലോ.
തലമൂന്നെണ്ണം വെട്ടി മാറ്റി ഇങ്ങനെ പറയാൻ വേണ്ടാതെ കുറെ കാട്ടിക്കൂട്ടിയിട്ടുമുണ്ട്. ആര്? ഇന്ദ്രൻ. ഇന്ദ്രനും ദേവകളും കൂടിയിട്ട്. ഇന്ദ്രനാണല്ലോ രാജാവ്. അപ്പം നമ്മളുടെ പാപത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന സംസാര ക്ലേശത്തെ നമ്മളെന്തെല്ലാം പാപം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതേമാതിരി അസൽമാനം കയറിയിട്ട് നമ്മളെ ഓടിക്കാൻ കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് അതിനായി ഞങ്ങൾ അങ്ങയുടെ പാപത്തെ അതിൽ നിന്ന് മോചനം ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങയുടെ പാദത്തെ ശരണം പ്രാപിച്ചു. അപ്പം നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. ആ പാപമോചനത്തിന് വേണ്ടിയിട്ട് അങ്ങയെ ശരണം പ്രാപിക്കുകയാണ്. അതിൽ നിന്നും ഉപശാന്തി ലഭിക്കുവാനായി ഞങ്ങൾ ഏതൊരാവശ്യത്തിനായി അവിടത്തെ സമീപിച്ചു അത് നിറവേറ്റി തന്നാലും. 44 പറയാണ്, എന്താണ് നമുക്ക് ചെയ്തതെന്ന് പറയാണ്. ലോകത്രയത്തെ ജയിച്ചവനും ഗ്രഹിച്ചവനും ത്രയോ ഗുണങ്ങളാലാണ് ഇവനും ഉണ്ടായിരിക്കുന്നത്. ആര്? വൃത്രാസുരൻ. ഞങ്ങളുടെ ആ തേജസ്സും അസ്ത്രവും ഏതൊരുവനാൽ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നുവോ, നമ്മുടെ തേജസ്സും നമ്മുടെ സ്ഥാനമാനങ്ങളും ഏതൊരാളാണോ ഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്, അതായത് വൃത്രാസുരൻ, അങ്ങനെയുള്ള വൃത്രാസുരനെ വധിച്ചാൽ എന്നിട്ട് 45 പറയാണ്, ഹൃദയാകാശസ്ഥിതനായി ഹൃദയമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്യുക. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞെടുക്കുന്ന ആ വ്യക്തി തന്നെയാണ് നമ്മളെ ഹൃദയത്തിലും സ്ഥിതി ചെയ്യുന്നത്. അതിന് ചെറുതിൽ ചെറുതുമാകാം, വലുതിൽ വലുതുമാകാം. അപ്പം നമ്മളെ ഉള്ളിലും ഹൃദയാകാശസ്ഥിതി ഹൃദയമാകുന്ന ആകാശത്തിൽ സ്ഥിതി ചെയ്യുന്നവനും സാക്ഷി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവനും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നടന്നോളൂ. സദാനന്ദ സ്വരൂപനായും അന്ന് ശാന്തനാണ് എപ്പോഴും ഉള്ളിൽ നിൽക്കുമ്പോൾ. അനാദിയായും സത്തുക്കളിൽ ഗ്രഹിക്കപ്പെട്ടവനായും സംസാര മാർഗത്തിലുള്ളവന് അവൻ തന്നെ ശരണം. അപ്പം അങ്ങനെ സംസാരത്തിൽ അകപ്പെട്ട് കിടക്കുന്ന ആൾക്കാർക്ക് അവൻ തന്നെയാണ് ശരണം. അപ്പം നമ്മളെ ഉള്ളിൽ തന്നെ അങ്ങുണ്ട്, സാക്ഷി രൂപത്തിലുണ്ട്, ഹൃദയത്തിലുണ്ട്, ഒരാനന്ദ സ്വരൂപമായിട്ട് അങ്ങ് വർത്തിക്കുന്നുണ്ട്. അങ്ങേ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സംസാര മാർഗത്തിലൂടെയുള്ള മോക്ഷപ്രാപ്തിക്കായിട്ട് അങ്ങയെ സമീപിക്കുന്നത്. അവിടെ തന്നെ നമ്മൾ സമീപിക്കുകയാണ്. അതാണ് ഉള്ളിൽ തന്നെ പറഞ്ഞത്, നേരത്തെ പറഞ്ഞത്. എന്നിട്ട് എല്ലാറ്റിൻ്റെയും ഉത്തമഗതിക്ക് ഉത്തമഗതിയായും വിശ്വത്തിൻ്റെ സത്തായും വർത്തി നിൽക്കുന്ന നിന്തരുവടിക്ക് നമസ്കാരം. എല്ലാവർക്കും എങ്ങനെ ഉത്തമമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് തീരുമാനിക്കുന്ന, വിശ്വത്തിൻ്റെ മുഴുവൻ സത്തായി വർത്തിക്കുന്ന അങ്ങേക്ക് അതുകൊണ്ട് നമസ്കാരം പറയുകയാണ്. ആര്? ദേവന്മാർ. ഇത് 46. ദേവന്മാർ ഈ വിധം ആദരപൂർവം സ്തുതിക്കപ്പെട്ടപ്പോൾ ശ്രീ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞു. അങ്ങനെ ദേവന്മാരെ അദ്ദേഹത്തെ സ്തുതിച്ചപ്പോൾ വിഷ്ണു പറയുകയാണ്, ദേവേന്ദ്ര പ്രമുഖരെ 47 പറയുകയാണ്, എല്ലാ ദേവന്മാരോടായിട്ട് പറയുകയാണ്, പ്രമുഖന്മാരോട്, ആത്മാവിൽ ഈശ്വരനെ ദർശിച്ചുകൊണ്ട് ഭക്തിയോടെ സ്തുതിച്ചതിനാൽ യഥാർത്ഥ ജ്ഞാനത്തോടു കൂടിയ നിങ്ങളുടെ സ്തുതിയിൽ ഞാൻ സന്തുഷ്ടനായി. നിങ്ങൾ ആത്മാവിൽ ഈശ്വരനെ ദർശിക്കാൻ പോവുകയാണ്. നിങ്ങൾ വേറെ എവിടെയും പോയില്ല, സ്വന്തം ഉള്ളിൽ തന്നെ ഈ ആത്മാവിനെ ദർശനം. അത് തന്നെയാണ് വേദങ്ങൾ പറയുന്നത്. പുറത്തൊന്നും ഈശ്വരനെ തേടി പോകേണ്ട കാര്യമൊന്നുമില്ല, ഉള്ളിൽ തന്നെ കിടക്കുകയാണ്. നമ്മൾ തന്നെ ഈശ്വരനാണ്. അപ്പൊ നിങ്ങൾ എന്താണ് ചെയ്തത്? ആത്മാവിൽ തന്നെ ഈശ്വരനെ ദർശിച്ചു, എൻ്റെ ഭക്തിയോടുകൂടി സ്തുതിച്ചതാണ് യഥാർത്ഥ ജ്ഞാനം. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥ ജ്ഞാനമുള്ളവരാണ്. അപ്പൊ യഥാർത്ഥ ജ്ഞാനമുള്ളവർ വേറെയുടെ അമ്പലത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല, നേരെ ഉള്ളിലങ്ങ് ചിന്തിച്ചാൽ മതി. അങ്ങനെ ജ്ഞാനത്തോടു കൂടിയുള്ള നിങ്ങളുടെ സ്തുതി ഞാൻ സന്തോഷിക്കുന്നു. ആ സ്തുതിയിൽ എന്നിട്ട് 48 പറയാണ്, ഞാൻ സന്തുഷ്ടനായ സാധ്യമാവാത്തത് എന്താണുള്ളത്?
അങ്ങനെ ഞാൻ സന്തുഷ്ടനായാൽ, നിങ്ങളെ തന്നിൽ തന്നെ ചിന്തിച്ചുകൊണ്ട് സ്തുതിച്ചാൽ, ഞാൻ സന്തുഷ്ടനായാൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും സാധിക്കും. എങ്കിലും ഏകാഗ്ര മനോനിഷ്ഠയുള്ളവർ എന്നിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാറില്ല. ശരിയാണ്, എന്നെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ, ഞാൻ തൃപ്തിപ്പെട്ടാൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം സാധിക്കും. പക്ഷേ ഏകാഗ്ര മനസ്സോടെ അങ്ങനെ എന്നെ ചിന്തിക്കുന്നവർ എന്നിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാറില്ല. ഒന്നും ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യരുത്. നമുക്ക് അത് കിട്ടണം, ഇത് കിട്ടണം, എൻ്റെ ഇന്ന പ്രമോഷൻ കിട്ടണം, മറ്റേ കിട്ടണം എന്നൊന്നും ചിന്തിച്ചുകൊണ്ട് ഈശ്വരൻ്റെ അടുത്ത് പോകരുത്. ആ ഈശ്വരന് ഊന്നിക്കൊണ്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, അതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ഫലത്തെ പറ്റിയൊന്നും ആലോചിക്കരുത്. ഒന്നും അതിനോട് ചോദിക്കേണ്ട ആവശ്യമില്ല. അതിനറിയാതെ ഒരു കാര്യമില്ല. പിന്നെ അങ്ങോട്ടേക്ക് നിലവിളിക്കും ചിലവർ, എന്തോ കാര്യം സാധിക്കാൻ വേണ്ടി. ഇതെന്താ കുരുടനാണോ, അല്ല ചെവിട് പൊട്ടനാണോ അവിടെ ഇരിക്കുന്നത്? ഉള്ളിൽ തന്നെ പറഞ്ഞാൽ മതി. അപ്പൊ അങ്ങനെ പറയുന്നവര്, ഞാൻ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമൊന്നുമില്ല. പക്ഷെ എന്നോടാരും നല്ല ജ്ഞാനമുള്ളവര് എന്നോടൊന്നും ചോദിക്കില്ല. എൻ്റെ 49 പറയാണ്, അറിവില്ലാത്തവൻ വിഷയത്തിൽ കാര്യം കാണാൻ അറിവില്ലാത്തവര്, അപ്പൊ അജ്ഞാനികളാണ് വിഷയത്തിൽ കാര്യം കാണാൻ. ഓരോ വിഷയങ്ങളിൽ കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കുന്നത്. എനിക്ക് പരീക്ഷയിൽ മാർക്ക് ഇടണം, മോളെ കല്യാണം കഴിക്കണം, എനിക്ക് നല്ലൊരു വീട് വേണം, അത് വേണമെന്നെല്ലാം ആരെങ്കിലും, അല്ലെങ്കിൽ ശത്രുവിനെ ഒന്ന് ഇല്ലാതാക്കി തരണം എന്നെല്ലാം ആരെങ്കിലും ചോദിക്കുന്നവര് അറിവില്ലാത്തവരാണ്. അവരെ എൻ്റെ യഥാർത്ഥ ശ്രേയസ് അറിയില്ല. എന്നെ അവർ മനസ്സിലാക്കിയിട്ടില്ല. എന്നോട് ചോദിച്ചാൽ കിട്ടൂല എന്നുള്ള കാര്യം അവർക്ക് അറിയില്ല. എന്തുകൊണ്ട്? വിഷയത്തെ ആഗ്രഹിക്കുന്ന മൂടന്, ഓരോ കാര്യസാധ്യത്തിന് വേണ്ടി ആശ്രയിക്കുന്ന, എന്നെ ആഗ്രഹിക്കുന്ന അവരെ മൂഢന്മാരാണെന്ന് പറയുകയാണ്. അങ്ങനെയുള്ള മൂഢന്മാർക്ക് ഒരാൾ എന്തെങ്കിലും കൊടുത്താൽ അവൻ കൂടി അറിവ് കെട്ടവനായി മാറും. എന്തെങ്കിലും ചോദിക്കുന്ന ഒരുത്തന് കൊടുത്തു കഴിഞ്ഞാല് ആ കൊടുക്കുന്നവൻ തന്നെ എന്താണ്? അറിവില്ലാത്തവനാണ്. ചുരുക്കി പറഞ്ഞാൽ, ഓരോ ആളും ജനിച്ചിരിക്കുന്ന ഓരോ കർമ്മജിയാണ്. അത് ചെയ്തിട്ടൊക്കെ പോവുക. അല്ലാതെ ഒന്നും ചോദിച്ചു വാങ്ങാൻ ഈ ലോകത്തിൽ ഒന്നുമില്ല. എന്താണോ നമ്മൾ കിട്ടേണ്ടത് അത് കിട്ടും, കിട്ടില്ലേ കിട്ടൂല. പിന്നെ അങ്ങോട്ട് പോയി ചോദിച്ചിട്ട് കാര്യമില്ല. ഇങ്ങോട്ട് വന്നിട്ട് കാര്യമില്ല എന്ന് എന്നെ വിഷ്ണു പറയുകയാണ്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. ദേവന്മാർ അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങേക്ക് അറിയാതെ കാര്യമുണ്ടാകാം. അങ്ങേക്ക് നമ്മൾ ആ വൃത്രാസുരനെ തോൽപ്പിക്കണമെന്നാണ് ആഗ്രഹമെങ്കിൽ സാധിപ്പിച്ചാന്നേ പറയുന്നു. അങ്ങനത്താണ് ചിന്തിക്കുന്നത്. അത് നടന്നാൽ മതി എന്ന് തന്നെയാണ് ദേവന്മാരും പറഞ്ഞത്. അതുകൊണ്ടാണ് അവരെ സ്തുതിച്ചിട്ട് പറയുന്നത്, അല്ല അവരോട് ആ പ്രശംസിച്ചിട്ട് പറയുന്നത്, എന്നോട് മൂഢന്മാരെ ചോദിക്കുള്ളൂ. എന്നിട്ടോ യഥാർത്ഥ ശ്രേയസ് തന്നെത്താൻ അറിയുന്നവൻ, 50 പറയാണ്, യഥാർത്ഥ ശ്രേയസ് എന്താണെന്ന് തന്നെത്താൻ അറിയുന്നവൻ അറിവില്ലാത്തവരെ ഉപദേശിക്കാറില്ല. അറിവില്ലാത്തവനോട് ഉപദേശിച്ചിട്ടും കാര്യമില്ല. അവൻ അവൻ്റെ മണ്ടത്തരം തന്നെ ചെയ്തിട്ട് പോകും. ഉപദേശിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. എടേ നീ വെറുതെ വിളിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല എന്നൊന്നും അവനോട് പറയേണ്ട ആവശ്യമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ അവൻ്റെ വഴിയിൽ പോകും. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ പറഞ്ഞു നന്നാക്കാനൊന്നും ശ്രമിക്കണ്ട. വേണ്ടുന്നവൻ ചിന്തിച്ചെടുത്തോട്ടെ. എന്തുകൊണ്ട്? നല്ല വൈദ്യൻ ആവശ്യപ്പെട്ടാൽ കൂടി പഥ്യമില്ലാത്ത വസ്തു കൊടുക്കില്ല. നല്ല വൈദ്യന്മാരാണെങ്കിൽ, വൈദ്യരെ എനിക്ക് കുറച്ച് പായസം കുടിക്കണം, പ്രമേഹ രോഗമാണ്, വൈദ്യര് പറയുകയാണ് പ്രമേഹത്തിന് പായസം കുടിക്കാൻ പറ്റില്ല. അല്ല, എനിക്കൊന്നും പായസം ഇല്ലാതെ കാരണം പിന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്നാൽ പിന്നെ നീ കുടിച്ചോന്ന് പറയും. അപ്പം വൈദ്യന്മാര് അറിവില്ലാത്തവന്, നല്ല വൈദ്യൻ ആവശ്യപ്പെട്ടാൽ കൂടി, ചോദിച്ചാൽ പോലും കൊടുക്കില്ല. എന്തുകൊണ്ട്? അവനത് പറ്റൂല. പിന്നെ എന്തിനാ കൊടുക്കുന്നത്? അതുപോലെ ഈശ്വരനോട് ചോദിച്ചാല് കിട്ടാൻ പോകുന്നില്ല. എന്തുകൊണ്ട്?
കിട്ടേണ്ടതാണെങ്കിലും കിട്ടും, കിട്ടേണ്ടതില്ലെങ്കിലും കൊടുക്കാനും പറ്റൂല. കാരണം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്ത് കിട്ടണം കിട്ടണ്ടെന്നൊക്കെ ഓൾറെഡി തീരുമാനിച്ചാണ്. അല്ലാതെ ഒന്നും കിട്ടാൻ പോകുന്നില്ല തന്നെയാണ് ഇവിടെ പറയുന്നത്. പ്രാർത്ഥിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് 51 ഇന്ദ്രനോട് പറയാം, അല്ലയോ ഇന്ദ്ര, നിങ്ങൾക്കെല്ലാവർക്കും നല്ലത് വരട്ടെ. ഋഷിശ്രേഷ്ഠനായ ദധീചിയോട് ദാനം, വ്രതം, തപസ് മൂലാവിയിൽ സമൃദ്ധമായ ശരീരത്തെ യാചിക്കുക. അവിടെ ഒരു ദിദീചി എന്ന ഒരു കക്ഷിയുണ്ട്, ഒരു ഋഷിയുണ്ട്. ശ്രേഷ്ഠനായ ദധീചി എന്നൊരു ശ്രേഷ്ഠൻ ഇരിപ്പുണ്ട്. അദ്ദേഹം ജ്ഞാനവും വ്രതവും തപസ്സിലും എല്ലാം സമൃദ്ധമായ ആളാണ്. എല്ലാ ജ്ഞാനവും വ്രതവും അനുഷ്ഠിക്കുന്ന തപസ്സുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് പോയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ആവശ്യപ്പെടുക. അതുകൊണ്ട് വൈകിക്കാൻ പാടില്ല, വൈകിക്കേണ്ടതില്ല, വേഗം തന്നെ ചെല്ലണം ദധീജിൻ്റെ അടുത്ത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരം ചോദിക്കണം. അതുകൊണ്ട് പോകാം, വേഗം തന്നെ അവിടെ പോയിട്ട് അദ്ദേഹത്തോട് ശരീരം ചോദിക്കുക. ഇത് 52 ആ ദധീജി ബ്രഹ്മവിദ്യ ധരിച്ചവനാണ്. അവന് ബ്രഹ്മത്തെ പറ്റിയല്ല നല്ലോണം ബ്രഹ്മവിദ്യ ധരിച്ചവനാണ്. അശ്വശിരസ് എന്ന ആ ബ്രഹ്മവിദ്യ അശ്വനി കുമാരന്മാർക്ക് ഉപദേശം നൽകി. എന്നിട്ട് അതിലൂടെ അവർ ജീവൻ മുക്ത തത്വവും ഉണ്ടാക്കി കൊടുത്തു. അവർക്ക് ജീവൻ മുക്ത തത്വവും ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇദ്ദേഹത്തിന് അശ്വശിരസ് എന്ന ബ്രഹ്മവിദ്യ അറിയാം. അതിലൂടെയാണ് അശ്വനി കുമാരന്മാര് ജീവൻ മുക്ത തത്വം പ്രാപിച്ചത്. അപ്പൊ അശ്വനി കുമാരന്മാരോടും കൂടിയാണ് ഈ ശരീരം, ദധീജിയുടെ ശരീരവുമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. അപ്പൊ ഇത് ബലങ്ങളായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതിലേക്കെല്ലാം അടുത്തേലേ പോകുള്ളൂ. അതുകൊണ്ടാണ് ഇതും കൂടി അവിടെ പറഞ്ഞു വെച്ചത്. അശ്വനി കുമാരന്മാരുമായിട്ട് ഈ ബന്ധം. അശ്വനി കുമാരന്മാർ ബലങ്ങളാണെന്ന് നമുക്ക് അറിയാം. അഥർവ 53 അഥർവവേദ ജ്ഞാനിയായ ദധീചി. അത് അഥർവവേദം എന്ന് പറഞ്ഞാൽ ടെക്നോളജി, ആപ്ലിക്കേഷൻ. വേദങ്ങൾ, ഋഗ്വേദം, യജുർവേദം, സാമവേദം, സയൻസും, അഥർവവേദം അതിൻ്റെ ആപ്ലിക്കേഷൻ, ടെക്നോളജി. അപ്പോൾ അഥർവവേദം അറിയുന്ന ഈ ദധീചി നാരായണ കവചത്തെ ധരിച്ചവരാണ്. അവർ ഈ നാരായണ കവചം ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ത്വഷ്ടാവിന് ഉപദേശിച്ചു കൊടുത്ത്, ആ ത്വഷ്ടാവ് അത് വിശ്വരൂപന് ഉപദേശിച്ചു കൊടുത്തു. അദ്ദേഹത്തിൽ നിന്നാണ് നിങ്ങൾക്ക്, അതായത് ഇന്ദ്രന് കിട്ടിയത്. അതുകൊണ്ട് 54 പറയാണ്, ധർമ്മത്തെ പറ്റി ബോധവാനായ അന്ന് അശ്വര കുമാരന്മാരോട് ചേർന്ന് യാചിച്ചാൽ നിങ്ങൾക്ക് ശരീരാംഗങ്ങളെ, അതായത് അസ്ഥികളെ, അപ്പൊ നിങ്ങളെന്ത് വേണം, അശ്വനി കുമാരന്മാരുമായിട്ട് ചേർന്നിട്ട് ദധീജിയുടെ അടുത്ത് ചെല്ലണം. എന്നിട്ട് അദ്ദേഹത്തോട് ശരീരം ചോദിക്കണം, അദ്ദേഹത്തിന്റെ അസ്ഥികൾ ചോദിക്കണം. ശരീരമല്ല, ശരീരത്തിലുള്ള അസ്ഥികൾ തരണമെന്ന് പറയണം. അപ്പൊ അത് തരും അദ്ദേഹം. അത് കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ അസ്ഥികൾ എടുത്തിട്ട് വിശ്വകർമാവിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അത് നല്ലൊരു ആയുധമാക്കി ഉണ്ടാക്കി തരും. അപ്പൊ ദധീജിയുടെ അസ്ഥി എടുത്തിട്ടാണ് ഇത്തരം ആയുധം ഉണ്ടാക്കാൻ പോകുന്നത്. ആയുധം ആരാണ് ചെത്തി വിരട്ടി ഉണ്ടായി കൊടുക്കുന്നത്? വിശ്വകർമാവ്. ആരെ കൂട്ടത്തിലാണ് പോകുന്നത്? അശ്വനി കുമാരന്മാരുടെ കൂട്ടത്തിൽ. അപ്പൊ ഇന്ദ്രൻ അശ്വനി കുമാരന്മാരുമായിട്ട് ചെന്നിട്ട് ദധീജിന്റെ അടുത്ത് പോയിട്ട് അവരുടെ ശരീരം എടുക്കുക, എന്നിട്ട് അസ്ഥി എടുക്കുക. എന്നിട്ട് ഈ അസ്ഥി എടുത്ത് കൊണ്ടുപോയിട്ട് വിശ്വകർമാവിന്റെ എഞ്ചിനീയർ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം അതിൽ നിന്ന് നല്ലൊരു ആയുധം ഉണ്ടാക്കി തരും. അങ്ങനെ ആ ആയുധത്താൽ, അതായത് വിശ്വകർമാവ് നിർമ്മിച്ചു തരുന്ന ആയുധത്താൽ അന്ന് കരുത്താർജിക്കും.
എന്നിട്ട് വൃത്താസുരന്റെ ശിരസ് അറുത്തുകൊള്ളും. ആ ആയുധം കൊണ്ട് വൃത്താസുരന്റെ ശിരസ് അറുക്കും. ഏത് ദജീജിന്റെ എല്ലെടുത്തിട്ട് അത് ആയുധമാക്കി മാറ്റിയിട്ട് അതുകൊണ്ട് വൃത്രാസുരന്റെ തലയറക്കാം. എന്നിട്ട് അവനെ വധിച്ചതിന് ശേഷം നിന്റെ തേജസ്സും അസ്ത്രങ്ങളും നഷ്ടപ്പെട്ട ആയുധങ്ങളെല്ലാം വീണ്ടും എനിക്ക് നേടാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ വരട്ടെ, അത് കിട്ടിയാലും നിങ്ങൾക്ക് വണ്ടിയാലും തിരിച്ചു കിട്ടും, അതുകൊണ്ട് നിങ്ങൾക്ക് നന്മ വരും എന്നും പറഞ്ഞ് എൻ്റെ ഭക്തന്മാരെ ആരും ഉപദ്രവിക്കാറില്ല, ഹിംസിക്കാറില്ല. നിങ്ങൾ എൻ്റെ ഭക്തന്മാരാണ്, അതുകൊണ്ട് നിങ്ങളെ ആർക്കും ഉപദ്രവിക്കാനൊന്നും പറ്റില്ല, നിങ്ങൾക്ക് നന്മ വരട്ടെ, ഇതേപോലെ പോയി ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ആ അധ്യായം അവസാനിക്കുകയാണ്. പക്ഷേ എന്താണ് ഈ വജ്രായുധം? വജ്രായുധത്തിൻ്റെ കാര്യത്തിലേക്കാണ് പോകാൻ പോകുന്നത്. എന്താണ് ഈ ആയുധം, എന്താണ് അതിൻ്റെ പ്രത്യേകത, അതിൻ്റെ പിന്നിലുള്ള സയൻസ് എന്താണെന്നെല്ലാം അടുത്ത ക്ലാസ്സിൽ കാണാം.